ഡി ഡി ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഓഗസ്റ്റ് 23 ഈ ഒരു തീയതി ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒന്നാണ്. ചന്ദ്ര ഉപരിതലത്തിൽ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഒരു മനുഷ്യ നിർമ്മിത പേടകം ഇറങ്ങുന്നു. അത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റേതായിരുന്നു. ലോകത്താദ്യമായി ദക്ഷിണ ധ്രുവത്തിൽ അങ്ങനെ നമ്മൾ നമ്മുടെ വെന്നിക്കൊടി പാറിക്കുന്ന അഭിമാനകരമായ നിമിഷം. പക്ഷെ ആ നിമിഷം പെട്ടെന്നുണ്ടായ ഒന്നുമല്ല. അത് പതിറ്റാണ്ടുകളായി ഒരു സാധനയോടെ ഈ ബഹിരാകാശ ഗവേഷണത്തിൽ അത്യധികം മുഴുകിയിരുന്ന ഒരു കൂട്ടം തലമുറ ശാസ്ത്രജ്ഞർ കണ്ട സ്വപ്നങ്ങളുടെ പൂവണിഞ്ഞ യാഥാർത്ഥ്യമായതിൻ്റെ നിമിഷങ്ങൾ കൂടിയായിരുന്നു. എന്തായാലും ആ ഓഗസ്റ്റ് 23 പിന്നീട് എല്ലാ വർഷവും ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഈ ബഹിരാകാശ ദിനത്തിനോടനുബന്ധിച്ചും നിരവധി പരിപാടികൾ രാജ്യമെമ്പാടും സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായ ഡോക്ടർ രാജീവ് യു പി ആണ്. സ്വാഗതം സർ. നമസ്കാരം സർ. ഒരു പെട്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, ആ ഓഗസ്റ്റ് 23 എന്താണ് തോന്നിയതോ? 2023 ഓഗസ്റ്റ് 23 അന്ന് എന്തായിരുന്നു സാറിൻ്റെ ഒരു ഫീലിംഗ്? സാർ, ചന്ദ്രയാൻ 3 ലാൻഡിങ് ഞാൻ കാണുന്നത് ഇസ്ട്രാക് സെൻറ്ററിലിരുന്നാണ്, ISROയുടെ ബാംഗ്ലൂരുള്ള സെൻറ്ററിൽ. നമ്മളെല്ലാം ഉത്കണ്ഠാകുലരായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അതിൻ്റെ ലാസ്റ്റ് ലാപ്പാണ് നടക്കുന്നത്. ചന്ദ്രൻ്റെ ഓർബിറ്റിലെത്തി അവിടെ നിന്ന് ഒരു ലാസ്റ്റ് സ്റ്റേജ് ഉണ്ട്. അതായത് അവിടെ നിന്നുള്ള ത്രസ്റ്റേഴ്സ് ബേൺ ചെയ്ത് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കുറച്ച് നിമിഷങ്ങൾ, അത് വളരെ ടെൻഷൻ നിറഞ്ഞ സമയമാണ്. കാരണം അതിനകത്ത് നൂറുകണക്കിന് സെൻസറുകളുണ്ട്, ആയിരക്കണക്കിന് സിസ്റ്റങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഇത് കറക്റ്റായിട്ട് അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ ഫെയിൽ ചെയ്യും. അതായത് നമ്മളൊരു റോക്കറ്റ് ഉപയോഗിച്ച് ഇതിനെ അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് പല ഓർബിറ്റ് ട്രാൻസ്ഫറുകൾ വഴി നമ്മളിതിനെ മൂണിലെത്തിച്ചു, മൂണിന് ചുറ്റുമുള്ള ഓർബിറ്റിലെത്തിച്ചു, അവിടെ നിന്ന് ഓർബിറ്റെല്ലാം ചെറുതാക്കി വേണ്ട കറക്റ്റ് ഓർബിറ്റിൽ നിന്ന് നമ്മൾ ഈ ലാൻഡിങ് ലാസ്റ്റ് ആ ഒരു ലാപ്പ് നമ്മൾ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ എൻ്റയർ മിഷൻ, ഈ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലാവും. ഈ ഒരു ഫീലിങ്ങോടുകൂടി നമ്മൾ ഉത്കണ്ഠാകുലരായിട്ടാണ് ഇത് നോക്കിയിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇതിനകത്തൊരു ചെറിയ ക്യാമറയുണ്ട്. അപ്പോൾ ഈ ക്യാമറ ഇതിൻ്റെ ഡിസെൻഡ് ഇങ്ങനെ കാണിക്കും. ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ ഈ ക്യാമറയിൽ മൂവിങ് പിക്ചർ ആയിരിക്കുമല്ലോ വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് വന്ന് അവസാനം അതങ്ങ് നിന്ന് കഴിയുമ്പോൾ ക്യാമറ സ്റ്റേഷനറി ആവും. പിന്നെ പിക്ചർ മൂവ്മെൻ്റ് ഇല്ലല്ലോ. നമ്മൾ ലാൻഡ് ചെയ്തു എന്ന് എഴുതി കാണിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. എനിക്കെന്ത് തോന്നി എന്നുള്ളതിനെക്കാട്ടിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരും എൻജിനീയേഴ്സും മിക്കവാറും എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. ആ റൂമിലുണ്ടായിരുന്ന ആ ഒരു ഹർഷാരവം, ചിലർ കരയുന്നു, ചിലർക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നു, ചിലർ തുള്ളിച്ചാടുന്നു, ആളുകൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എനിക്കന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത്തരം മൊമെൻറ്റ്സിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആളുകളുടെ നിരന്തരമായ കഠിന പരിശ്രമമുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു അവസാന കൾമിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മൊമെൻ്റാണ്. ആ മൊമെൻറ്റിൽ നമ്മൾ സന്തോഷം കൊണ്ട് കരയും, ഇതൊക്കെ നമുക്ക് തോന്നും. അത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന അനുഭവങ്ങളിലൊന്നാണത്. എൻ്റെ ജീവിതത്തിലെന്നും ഞാനത് മനസ്സിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റുമാണ്. അതിന് വിശദീകരിക്കാൻ കഴിയത്തില്ല, പക്ഷേ അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിന് മുമ്പ് നടന്ന ചന്ദ്രയാൻ 2 നമ്മൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയിരുന്നില്ലല്ലോ. അതൊരു ഭാഗികമായ വിജയം മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നേരം ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്തായിരുന്നു? അതൊരു നിരാശയുടെ രീതിയിലാണോ, അതോ ഇനിയും നമുക്ക് പഠിച്ചെടുക്കാം എന്നൊരു തോന്നലായിരുന്നു? എന്തായിരുന്നു ആ സമയം? സാർ, ഇതിനകത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എപ്പോഴും തോന്നുന്നത് ഒരു മിശ്ര വികാരമാണ്. അതായത് ഒന്ന്, നമ്മുടെ ഒരു മിഷൻ ഫെയിൽ ചെയ്തല്ലോ എന്നുള്ള ഒരു ദുഃഖം. രണ്ട്, നമ്മളെല്ലാവരും എൻജിനീയേഴ്സും ശാസ്ത്രജ്ഞന്മാരുമാണ്. അപ്പം നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ഒബ്ജക്റ്റീവായിട്ട് നോക്കിക്കണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് വികാരങ്ങൾ എപ്പോഴും തടസ്സമാണ്. അപ്പം നമ്മൾ ശരിക്കും ഒരിക്കലും അങ്ങനത്തെ ഒരു വികാരം നമ്മളെ ഓവർ പവർ ചെയ്യാൻ അനുവദിക്കില്ല. കാരണം നമ്മൾ അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു നിരാശയോ അല്ലെങ്കിൽ ഒരു ദുഃഖമോ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വൈകാരികമായിട്ട് കാര്യങ്ങളോട് പ്രതികരിക്കും. അവിടെ അതല്ല വേണ്ടത്. ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ഒബ്ജക്റ്റീവായിട്ട് എന്തുകൊണ്ട് ഈ ഫെയിലിയർ സംഭവിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്യുകയും നമ്മൾ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് വരാതെ
എങ്ങനെ അടുത്ത മിഷൻ സക്സസ് ആക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പം മനസ്സിൽ ദുഃഖം തോന്നിയോ എന്ന് ചോദിച്ചാൽ തോന്നിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, ദുഃഖമൊക്കെ തോന്നി. പക്ഷേ എങ്കിലും അതിനെക്കാട്ടി കൂടുതൽ അടുത്ത മിഷനെ നമുക്ക് എങ്ങനെ സക്സസ് ആക്കാം എന്നുള്ള ചിന്തകളാണ് അവിടെ വരുന്നത്. കാരണം അന്നേരം മുതലേ മനസ്സിലാലോചിക്കുന്നത് എന്തൊക്കെ സിസ്റ്റംസിൽ പ്രോബ്ലം ഉണ്ടായിരിക്കാം, എന്തൊക്കെയായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലോട്ട് നമ്മൾ പെട്ടെന്ന് മാറും. അങ്ങനെ മാറുന്നതുകൊണ്ടാണ് പരാജയങ്ങളുണ്ടായാലും ഇസ്രോയ്ക്ക് എപ്പോഴും തിരിച്ചു വരാൻ കഴിയുന്നത്. ഞാൻ ചന്ദ്രയാൻ 3 കാര്യത്തിൽ തന്നെ ചോദിക്കേണ്ടിരുന്നൊരു ചോദ്യമായിരുന്നു. യഥാർത്ഥത്തിൽ സാർ ഇങ്ങനെ കാണുന്നുണ്ട് ക്യാമറയിൽ കൂടി, എന്നുവെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ചന്ദ്രനിൽ നിന്ന് അയക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കുറച്ച് വൈകിയായിരിക്കും വരുന്നെങ്കിൽ കൂടി കാണുന്നുണ്ട്, ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ, അതോ മുഴുവൻ ഓട്ടോണമസ് ആയിട്ടാണോ അത് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക? ഒരു ഇടപെടലും ഇല്ല സാർ. നമ്മൾ ഇവിടുന്ന് റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടി വിയിലൊക്കെ കാണുമല്ലോ, ആളുകൾ ധാരാളം ആളുകൾ ഇരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ കയറി ചെയ്യുന്നത്. ഈ ചെയ്യുന്നതൊന്നും റോക്കറ്റിനെ കൺട്രോൾ ചെയ്യാനല്ല. നമുക്ക് റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റോക്കറ്റിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാനുള്ള സംവിധാനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. വൺസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് വലിയ കൺട്രോളൊന്നുമില്ല. ചന്ദ്രയാൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചന്ദ്രയാൻ ലാൻഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാനില്ല, നമ്മൾ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്കറിയാം അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാർ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു 40 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു മിഷന് നമ്മൾ ചിലപ്പോൾ 40-80 മാസങ്ങൾ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിനും നമ്മൾ 2 മാസം വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും സമയമാണ് നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചന്ദ്രയാൻ നമ്മൾ 2-3-4 വർഷങ്ങളോളം അതിനകത്ത് ജോലി ചെയ്തിട്ടാണ് ആ ഒരു ചന്ദ്രയാൻ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിൽ ഇതിന് കുഴപ്പങ്ങളുണ്ടാകാം എന്നുള്ളത് നമ്മൾ ഗ്രൗണ്ടിൽ നേരത്തെ കണ്ടുപിടിക്കണം, ആലോചിക്കണം. എന്നിട്ട് അത്തരം കുഴപ്പങ്ങളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇതിനെല്ലാം വേണ്ടുന്ന ഇൻ്റലിജൻസ് അതിനകത്ത് ഉള്ള കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം. അതായത് എല്ലാ സാധ്യതകളും അതിലുണ്ടാകും. എല്ലാ സാധ്യതകളും അതിനകത്തുണ്ടാകും. എല്ലാ സാധ്യതകളും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സിസ്റ്റം ഏതൊക്കെ തരത്തിൽ ഫെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യും. കാരണം അങ്ങനെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് മിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സ്പേസ് വളരെ അൺഫോർഗിവിംഗ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മിഷൻസ് ഫെയിൽ ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും ഒരു ഫെയിലിയർ ഓറിയൻറ്റഡ് മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും ഇത് ഏതൊക്കെ രീതിയിൽ മോശമാകാം എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും കാണും. അപ്പോൾ അങ്ങനെ മോശമാകാനുള്ള സാധ്യതകൾ കണ്ടെത്തി ആ പഴുതുകൾ അടച്ചാണ് നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന കുഴപ്പം പറ്റിയാലും ഇന്ന കാര്യം അതിനെ ടേക്ക് കെയർ ചെയ്തോളും എന്നുള്ള രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുള്ളതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുമെന്നറിയാം. പക്ഷേ എങ്കിലും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു സിനാരിയോ സംഭവിച്ച് ഒരു മിഷൻ ഫെയിലിയർ വരുമോ എന്നുള്ളൊരു പേടിയും നമ്മുടെ എല്ലാ ഉള്ളിലെപ്പോഴും കാണും. അപ്പോൾ ഇതൊരു വല്ലാത്ത, കാരണം നമ്മളെല്ലാവിധ പാരാമീറ്റേഴ്സും അതിൽ എൻകോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ എങ്കിലും അൺസർട്ടനിറ്റിയാണ്. ഇതൊരു വല്ലാത്ത ഒരു വൈരുദ്ധ്യമല്ലേ അല്ലേ, വലിയൊരു രീതിയിൽ പറഞ്ഞു. കാരണം എല്ലാ സാധ്യതകളും നമ്മൾ എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും നമുക്കൊരു പേടിയാണ് ഇത് പരാജയപ്പെടുക. സാർ, അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോഞ്ച് വെഹിക്കിൾ സിസ്റ്റത്തിൽ നമുക്ക് തിരിച്ച് വീണ്ടും കൺട്രോളില്ല. അതായത് നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൺട്രോളില്ല എന്നുള്ള ഒരു പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു വൈരുദ്ധ്യം എപ്പോഴും അതിനകത്തുണ്ട്. വൈരുദ്ധ്യമല്ലത്, അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അതായത് എന്ത് സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ആ സിസ്റ്റത്തിനകത്തുണ്ടാകുന്ന എല്ലാ ഫെയിലിയർ മോഡ്സും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് നമ്മൾ FMECA എന്നൊക്കെ പറയുന്ന സ്റ്റഡീസ് തന്നെ ഉണ്ട്. അതായത് നമ്മൾ എല്ലാ ഫെയിലിയർ മോഡ്സും കണ്ടുപിടിച്ച് ഈ ഓരോ ഫെയിലിയർ മോഡിൻ്റെയും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ റൂട്ട് കോസസ് എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് അതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പം വൺസ് നമ്മൾ ആ ഒരു സ്പേസ് സെക്ടറിൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഈ പരാജയങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ടീം കാണോ, അതോ നിങ്ങൾ തന്നെ? അങ്ങനെയല്ല. അതായത് ഓരോ സിസ്റ്റം ചെയ്യുന്നവർക്കും അറിയാം അവരുടെ സിസ്റ്റത്തിലുള്ള ഫെയിലിയർ മോഡ്സ് അവർ ഐഡൻറ്റിഫൈ ചെയ്യും, അതവർ മിറ്റിഗേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓവറോൾ സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തുന്ന ഏജൻസീസ് ഉണ്ട്. അവർ ഒരു സെപ്പറേറ്റ് ഏജൻസിയാണ്. അവരതിനെ വളരെ നിശ്ചിതമായ രീതിയിൽ അവരതിനെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടെസ്റ്റിങ്ങിൽ കൂടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഇവർ കണ്ടെത്താത്ത എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും പുറത്തു വരും. ഞാനിപ്പോൾ പതുക്കെ ഒന്ന് പുറകോട്ട് പോകാമെന്നത്, കാരണം ഇത് ചന്ദ്രയാൻ 3 ആയപ്പോഴേക്കും നമ്മൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിനക്കിലേക്ക് എത്തി. നമ്മുടെ ബഹിരാകാശ ശാസ്ത്രരംഗം ഒരു പിനക്കിലെത്തി. നമ്മൾ അതിൽ നിന്നും വീണ്ടും വളരുകയാണ്, വീണ്ടും. പക്ഷേ അതൊരു യൂഫോറിക് മൊമെൻ്റാണ്. ഒരുപാട് കുട്ടികളെ പ്രചോദിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് എത്രയോ വിദ്യാർത്ഥികളെ സ്പേസ് സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ചൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു മൊമെൻ്റാണ്. പക്ഷേ ഇത്തരം യൂഫോറിയ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നല്ലോ. ഒരു രീതിയിലും വിഭവങ്ങൾ ആവശ്യത്തിന് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമുള്ള ഒരു കാലഘട്ടം. ഇപ്പോൾ PSSCയുടെ തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പ എന്ന് പറയുന്ന ഒരു മുക്കുവ ഗ്രാമം ചൂസ് ചെയ്യുകയാണ് ഇന്ത്യയുടെ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്ര പരീക്ഷണത്തിന്.
ആ ഒരു കാലഘട്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടായിരിക്കാം സാറിനെ സംബന്ധിച്ചുള്ള അതൊരു ഓർമ്മയെങ്കിലും എങ്ങനെയാണ് പൊതുവെ ഒരു VSSC ഡയറക്ടർ എന്ന നിലയ്ക്ക് ആ തുടക്കത്തിൽ തുമ്പ എന്ന് പറയുന്ന ഒരു അനുഭവം, തലമുറകളായിട്ട് ശാസ്ത്രജ്ഞർ പറയുന്ന അനുഭവങ്ങളാണ്, അതൊന്ന് പറഞ്ഞുതരാമോ? സാർ അത് ഓക്കെ, ബേസിക്കലി ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുമ്പയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഇക്വേറ്റർ തുമ്പയിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ് തുമ്പ. അതായത് ചില തരത്തിലുള്ള ഈ മാഗ്നറ്റിക് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കുള്ള റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തുമ്പ. അതുകൊണ്ടാണ് തുമ്പ സെലക്റ്റഡ് ആകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഭൂമിയുടെ ഭൗമകാന്തിക മേഖലയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയായിരുന്നു. പഠനത്തിന് വേണ്ടി അവിടെ നിന്ന് സൗണ്ടിങ് റോക്കറ്റ്സ് വിക്ഷേപിച്ചാൽ നല്ലതാണ്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ തുമ്പ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ തുമ്പ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. ഇത് ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അധികം നമുക്ക് ബിൽഡിങ്സ് ഇല്ല, ഒന്നുമില്ല. അന്ന് അവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ഈ ചർച്ച് അവർ നമുക്ക് വിട്ടു തന്നു. ആ ചർച്ചിലാണ് ആദ്യത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. വിക്രം സാരാഭായി, അബ്ദുൽ കലാം, അങ്ങനെയുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ അത് പരീക്ഷണങ്ങൾ നടത്തി അവർ റോക്കറ്റുകൾ അവിടെ നിന്ന് വിക്ഷേപിച്ച് തുടങ്ങി. അപ്പം അന്ന് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങളൊക്കെ ചിലപ്പം ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സൈക്കിളിൽ റോക്കറ്റിൻ്റെ പാർട്ട് വെച്ചുകൊണ്ട് പോകുന്ന പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് കണ്ണ് ചിമ്മിയാലേ ഒന്നും കൂടെ ഒന്ന് ഇത് ശരിയാണോ അതോ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന രീതിയിൽ വരെ തോന്നിപ്പോകുന്ന ഒന്നാണ്. സൈക്കിളിന്റെ പുറകിൽ റോക്കറ്റിന്റെ ഒരു ഭാഗം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ശാസ്ത്രജ്ഞർ. അതെ സാർ, അത് സത്യമാണ്. കാരണം അന്ന് വലിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നുമില്ല, അധികം വാഹനങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ ഡെവലപ്മെൻറ്റ് അത് ഇത്രയൊക്കെ എത്തിച്ചേരാൻ ഇന്ത്യക്ക് കഴിവുണ്ട് എന്ന് വിഭാവനം ചെയ്ത വിക്രം സാരാഭായിയെ പോലുള്ള മഹാരഥികളുടെ ലീഡേഴ്സിൻ്റെയും ആ ഒരു സ്വപ്നം കാണാനുള്ള കഴിവാണ് നമ്മളെ ഇന്നിവിടെ എത്തിച്ചത്. അപ്പോൾ എനിക്കത് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്ക് എല്ലാ വിഭവങ്ങളും നമ്മുടെ ചുറ്റുമുള്ളപ്പം നമുക്ക് സ്വപ്നം കാണാൻ എളുപ്പമാണ്. ഒന്നുമില്ലായ്മയിൽ നിൽക്കുമ്പോൾ, വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ സ്വപ്നം കാണാനും ധൈര്യമായിട്ട് ചുവടുകൾ മുന്നോട്ട് വയ്ക്കാനും, അങ്ങനെ ധൈര്യമായിട്ട് ചുവടുകൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് ഒരു രാഷ്ട്രത്തെ പ്രേരിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ ഒരു വലിയ വിജയം. പിന്നെ ഈ അന്ന് സൗണ്ടിങ് റോക്കറ്റുകളാണല്ലോ ആദ്യമായി. പിന്നീട് യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് സംശയം, എന്താണ് ഈ സൗണ്ടിങ് റോക്കറ്റ് എന്ന് എനിക്കും പണ്ടേ എന്നുള്ളൊരു സംശയമാണ്. സൗണ്ടിങ് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് നമ്മൾ പറയാറുണ്ട്, പക്ഷെ അപ്പോഴും ആൾക്ക് എന്താണ് ഈ സൗണ്ടിങ് റോക്കറ്റ്? ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയായിരിക്കും? സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മെഷർമെൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ മെഷർമെൻറ്റ്സിന് ഉപയോഗിക്കുന്ന റോക്കറ്റ്സ് ആണ് സൗണ്ടിങ് റോക്കറ്റ്സ്. അപ്പോൾ ഈ റോക്കറ്റ്സ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സൗണ്ടിങ് റോക്കറ്റ്സ് വിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാധാരണ പേലോഡ് എന്ന് പറഞ്ഞാൽ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അത് ശരിക്കും ഉയരത്തിൽ പോകുമ്പോൾ അവിടെയുള്ള പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യും. ഇത് നമുക്ക് കാലാവസ്ഥാ പഠനത്തിനും വിൻഡിനെ കുറിച്ചും പല പഠനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷർമെൻറ്റ്സ് എടുക്കാനുള്ള റോക്കറ്റ്സാണിത്. അപ്പോൾ അതായത് സമ്പൂർണ്ണമായും ശാസ്ത്രാന്വേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്തരീക്ഷ ശാസ്ത്ര പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന, കൂടുതലും അങ്ങനെയായിരുന്നു. ശാസ്ത്രാന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റോക്കറ്റ്സാണ് ഇതിനകത്ത് പലതും. ഇപ്പോഴും നമ്മുടെ സൗണ്ടിങ് റോക്കറ്റിൽ കൂടുതലും പോകുന്നത് സയൻറ്റിഫിക് പേലോഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ പിന്നീടാണ് നമ്മൾ പതുക്കെ റോക്കറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക്, ഒരു ഉയർന്ന റോക്കറ്റ് ശേഷിയുള്ള ഘട്ടങ്ങളിലേക്ക് പതുക്കെ വരുന്നു. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന ഈ സാറുടെ സ്വന്തം പടക്കുതിരകൾ ഉണ്ടായി വരുന്നു, PSLV പോലുള്ളവ വരുന്നു. ഇന്നാവട്ടെ അത് വൈവിധ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഈ റോക്കറ്റുകളെ തമ്മിൽ എങ്ങനെയാണ് നമുക്കൊന്ന് വേർതിരിച്ച് കാണാൻ പറ്റുന്നത്? കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ SSLV എന്ന് നമ്മൾ കേൾക്കും, PSLV ഉണ്ടാവും, അല്ലെങ്കിൽ GSLV ഉണ്ടാകും, അല്ലെങ്കിൽ LVM ബാഹുബലി എന്നൊക്കെ പേരുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ വരുന്നു. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം, ഈ നമ്മുടെ ഈ ലോഞ്ച് വെഹിക്കിൾസൊക്കെ തമ്മിൽ? സാർ, ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ഉപയോഗിക്കുന്നുണ്ട്, ലോറി ഉപയോഗിക്കുന്നുണ്ട്, സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്, ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാഹനങ്ങളാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു 4 പേർക്ക് ട്രാവൽ ചെയ്താൽ മതിയെങ്കിൽ നമുക്കൊരു കാർ മതി. പക്ഷേ ഒരു 60 പേർക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്കൊരു ബസ് വേണം. അപ്പോൾ ഇതിനകത്ത് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് ഇതിനകത്തുള്ള ഒരു പ്രധാന ഘടകം. അപ്പോൾ നമുക്ക് PSLVക്ക് വഹിച്ചുകൊണ്ട് പോകാവുന്ന പേലോഡിനൊരു ലിമിറ്റുണ്ട്. അതിനെക്കാട്ടിൽ കൂടുതൽ പേലോഡ് കൊണ്ടുപോകേണ്ട ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ ശക്തിയുള്ള റോക്കറ്റ് വേണം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ PSLV എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നമ്മുടെ SLV എടുക്കുക. SLVയിൽ 40 കിലോഗ്രാം പേലോഡാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിൽ നമ്മൾ PSLVയിലോട്ട് വന്നു, ASLVയിലേക്ക് വന്നു, PSLVയിലേക്ക് വന്നു, GSLVയിലേക്ക് വന്നു, GSLV മാർത്തിലേക്ക് വന്നു. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് കൂടുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു 40 കിലോമീറ്റർ ഹൈറ്റിലുള്ള ഒരു ഓർബിറ്റ് എടുക്കും. ഈ ഓർബിറ്റിലേക്ക് നമുക്ക് എത്ര പേലോഡിനെ കൊണ്ടെത്തിക്കാൻ ഈ റോക്കറ്റിന് കഴിയുമെന്ന് നമ്മൾ നോക്കും. അപ്പോൾ SLVക്കകത്തത് 40 കിലോയേ ഉള്ളൂ. GSLV മാർക്ക് 3 വന്നപ്പോഴത്തേക്ക് അത് 10 ടണ്ണായി. പേലോഡ് കപ്പാസിറ്റിയാണ് ഇതിനകത്തെ പ്രധാന കാര്യം. അതിനെ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പേലോഡിനെ നമ്മളൊരു ഓർബിറ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ
നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഇതിനകത്ത് ആഡ് ചെയ്യണം. ഈ എനർജി കൊടുക്കേണ്ടത് റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. അത്ര എനർജി കൊടുക്കാനുള്ള ശേഷി ഈ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് ഉണ്ടാകണം. ഈ ശേഷിക്കനുസരിച്ചാണ് നമ്മൾ റോക്കറ്റുകളെ തരംതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എന്ത് തരം ഇന്ധനമായിരുന്നു തുടക്കത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഈ ഖര ഇന്ധനം എന്ന് പറയുന്ന സോളിഡ് ആ. ഫ്യൂവൽസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? സാർ, അത് ആദ്യം നമ്മൾ സോളിഡ് ഫ്യൂവൽസ് തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സോളിഡ് ഫ്യൂവൽ റോക്കറ്റ്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ സോളിഡ് ഫ്യൂവൽസിന് കുറച്ച് റിലയബിലിറ്റി കൂടുതലാണ്. കാരണം അധികം മൂവിങ് പാർട്സ് ഒന്നുമില്ല. ഇപ്പോൾ ലിക്വിഡ് ഫ്യൂവൽ ആണെങ്കിൽ അതിനകത്ത് പമ്പുകൾ വരും, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരും. ഓക്കെ ഓക്കെ. സോളിഡ് മോട്ടറുകൾ അങ്ങനല്ല. അത് നമ്മൾ കാസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. അങ്ങനെയുള്ള ഒരു ഇതാണ് അതിനുള്ളത്. തന്നെയല്ല, അതിൻ്റെ ഈ ലോഞ്ച് പ്രിപ്പറേഷനൊക്കെ വളരെ എളുപ്പമാണ്. കുറച്ച് സമയം മതി. കാരണം നമ്മൾ നമ്മളൊരു മോട്ടോർ കാസ്റ്റ് ചെയ്ത്, ഒരു എഞ്ചിൻ കാസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഫ്ലൈ ചെയ്യിപ്പിക്കാം. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ് സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അപ്പോൾ ആദ്യമുള്ള SLVയും ASLV ഒക്കെ അങ്ങനെയുള്ള റോക്കറ്റ്സ് ആയിരുന്നു. PSLV ഒക്കെ വന്നപ്പോഴത്തേക്ക് PSLVയുടെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ സോളിഡ് ബൂസ്റ്റർ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് ലിക്വിഡ്, തേർഡ് സ്റ്റേജ് സോളിഡ്, ഫോർത്ത് സ്റ്റേജ് ലിക്വിഡ്, അങ്ങനെയാണ് PSLVയുടെ ഒരു കോൺഫിഗറേഷൻ. GSLVയിൽ ക്രയോജനിക് സ്റ്റേജൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. പക്ഷേ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലുള്ള വ്യത്യാസം പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പേലോഡ് കപ്പാസിറ്റി കൂട്ടാനാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ എത്ര വലുപ്പമുള്ള സാറ്റലൈറ്റ് ബഹിരാകാശത്തിൽ കൊണ്ടുപോകേണ്ട വാഹനമാണെങ്കിലും ശരി, അതിൻ്റെ ഒന്നാം സ്റ്റേജ് എപ്പോഴും സോളിഡ് ആയിരിക്കും? അതോ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് ലിക്വിഡ് വേണമെങ്കിലും ആകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പണ്ട് നമ്മുടെ എല്ലാ റോക്കറ്റുകളിലും ഫസ്റ്റ് സ്റ്റേജിൽ എപ്പോഴും ഒരു സോളിഡ് ബൂസ്റ്റർ കാണാം. കാരണം സോളിഡ് സ്റ്റേജിന് വളരെ ഹൈ ത്രസ്റ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ലിക്വിഡ് സ്ട്രാപ്പോൺസ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഇരിക്കുന്ന ചെറിയ റോക്കറ്റ്സ്, ബൂസ്റ്റർ എന്നൊക്കെ പറയുന്ന നടുക്കൊരു കോറ് കാണും, അതെ, അതിൻ്റെ ചുറ്റും സ്ട്രാപ്പോൺസ് കാണും. ഇപ്പോൾ ഒറിജിനൽ PSLVയിൽ 6 സ്ട്രാപ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ പിന്നെ നമ്മൾ 2 സ്ട്രാപ്പോൺ വെച്ചിട്ടും 4 സ്ട്രാപ്പോൺ വെച്ചിട്ടും സ്ട്രാപ്പോൺ ഇല്ലാതെയൊക്കെ പറത്താനുള്ള കോൺഫിഗറേഷൻസ് നമുക്കിപ്പോൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് പേലോഡ് അനുസരിച്ച്, പേലോഡ് വളരെ കുറച്ച് കൊണ്ടുപോയാൽ മതിയെങ്കിൽ നമ്മൾ സ്ട്രാപ്പോൺസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ കോറലോൺ നമ്മൾ പറയും, അങ്ങനെയുള്ള ഒരു വെർഷനൊക്കെ നമുക്ക് പറത്താൻ പറ്റും. ഈ പൊതുവെ നമ്മൾ ഒരുപാട് നാൾ പരതിക്കൊണ്ട് നടന്ന നമ്മുടെ അന്വേഷണങ്ങളൊക്കെയും ക്രയോജനിക് സാങ്കേതികവിദ്യ എങ്ങനെയെങ്കിലും ഒന്ന് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതിലേക്കായിരുന്നു. ആ ഒരു കഥയൊന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ തലമുറയ്ക്ക് ഒരു പക്ഷേ അത് മനസ്സിലാവത്തില്ല. പക്ഷേ 90കളിൽ വളർന്ന ഒരു തലമുറയ്ക്ക് ക്രയോജനിക് എന്നൊരു പേര് എപ്പോഴും കേട്ടോണ്ടിരുന്നതാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു പക്ഷേ മനസ്സിലാവത്തില്ല അത് എന്തുമാത്രം ആയാസകരമായ ഒരു അന്വേഷണമായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ആ ദൗത്യത്തിൻ്റെ അവസാനം എത്തിച്ചേർന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷം എല്ലാം ഉണ്ട്. അതൊന്ന് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രയോജനിക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ മാസ്റ്റർ ചെയ്യാൻ വളരെ പ്രയാസമുള്ളൊരു ടെക്നോളജിയാണ്. അതിൻ്റെ കാര്യം, നമ്മൾ ഈ ക്രയോജനിക് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ്. ഇപ്പോൾ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും വളരെ ലോ ടെമ്പറേച്ചറിൽ, ക്രയോജനിക് ടെമ്പറേച്ചറിൽ ഇരുന്നാലേ അത് ലിക്വിഡായിട്ടിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഗേഷ്യസ് ഫോമിലേക്ക് മാറുകയും അത് എക്സ്പ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം വളരെ ചെറിയ ടെമ്പറേച്ചറാണ് നമ്മൾ ഈ ലിക്വിഡ് ഓക്സിജൻ്റെയും ലിക്വിഡ് ഹൈഡ്രജൻ്റെയും ടാങ്കിൽ നിലനിർത്തേണ്ടത്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ കമ്പസ്റ്റൻ ചേമ്പർ വരുന്നത്. ഈ കമ്പസ്റ്റൻ ചേമ്പറിൽ വെരി ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മൾ ക്രയോജനിക് ഫ്യൂവൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം എക്സ്പ്ലോഡ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തെർമൽ ഇൻസുലേഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുക, ഇഗ്നിഷൻ സസ്റ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള ഒത്തിരി ചലഞ്ചസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് വളരെ മാസ്റ്റർ ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു ടെക്നോളജിയാണ്. നമുക്ക് റഷ്യയുടെയൊക്കെ സഹായത്തോടു കൂടിയും അവർ ചില സ്റ്റേജുകൾ നമുക്ക് തന്നിരുന്നു. അതിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് പല പരാജയങ്ങളിൽ കൂടി നമ്മൾ മാസ്റ്റർ ചെയ്തെടുത്തൊരു ടെക്നോളജിയാണ് ക്രയോജനിക് ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും ഈ റോക്കറ്റ് എഞ്ചിൻ്റെ ഒരു ഇന്ധനക്ഷമത നമ്മൾ പറയുന്നത്, സാർ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് നമ്മളിപ്പം വിറക് കത്തിച്ച് ഒരു പാത്രം വെള്ളം തിളപ്പിക്കുന്നു, ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുന്നു. ഗ്യാസിൽ വെച്ച് ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തിളയ്ക്കും. കാരണം നമ്മൾ 1 കിലോഗ്രാം ഗ്യാസിനകത്തു നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എനർജി കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. 1 കിലോഗ്രാം വിറകിൽ നിന്ന് അത്രയും കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു യൂണിറ്റ്, ഒരു 1 കിലോഗ്രാം ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എനർജിയുടെ ഊർജ്ജം എത്ര വരും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 കിലോഗ്രാമിനകത്തു നിന്ന് കിട്ടുന്ന ആ ഒരു ടോട്ടൽ എനർജി വളരെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ മാസ് കൊണ്ട് കൂടുതൽ എനർജി സിസ്റ്റത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേലോഡ് കപ്പാസിറ്റി കൂടും. അതാണ് ഈ ക്രയോജനിക് ടെക്നോളജിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ GSLV Mark 3യിലും നമ്മൾ ക്രയോജനിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത്രയും ഹൈ പേലോഡ് കിട്ടുന്നത്. ഈ ക്രയോജനിക്കിന് അതിന് ശേഷമാണോ നമ്മുടെ ഈ ഭാരമേറിയ എല്ലാ ഉപഗ്രഹങ്ങളും നമുക്ക് സ്വന്തമായി ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് വരുന്ന GSLV എല്ലാം ഈ ക്രയോജനിക് എഞ്ചിൻ്റെ
എന്താ പറയുക, നമ്മൾ മാസ്റ്റർ ചെയ്തതിന് ശേഷമാണോ, അതോ അതെ അതിന് അതെ മുമ്പേ കാരണം നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ക്രയോജനിക് എഞ്ചിൻ മാസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ഓർബിറ്റ് പറയുന്നത് 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതായത് ഓർബിറ്റ് എർത്തിന് ചുറ്റുമല്ലേ പോകുന്നത്. അപ്പോൾ എർത്തിനോട് ഏറ്റവും അടുത്ത് വരുന്ന ഡിസ്റ്റൻസിന് നമ്മൾ പെരിജി എന്ന് പറയും, പെരിജി ഹൈറ്റ്. ഏറ്റവും ദൂരെയുള്ളതിന് അപ്പോജി എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും പത്രത്തിലൊക്കെ കാണാറില്ലേ, അത് 2 വാല്യൂസ് കാണും. ഓർബിറ്റ് ഒരു 170 ഇൻറ്റു 36,000 എന്ന് എഴുതും. അത് 170 എന്ന് പറഞ്ഞാൽ എർത്തിനോട് ഏറ്റവും അടുത്ത് വരുന്ന ഡിസ്റ്റൻസ് ആണ്. 36,000 എന്ന് പറഞ്ഞാൽ എർത്തിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓർബിറ്റിലാണ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിനെ കൊണ്ടുപോയി ഇടേണ്ടത്. ഇതിനുള്ള കപ്പാസിറ്റി ശരിക്കും GSLVക്കേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിനെ ഈ ഹൈറ്റിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ GSLVക്ക് അതിന് കഴിയത്തുള്ളൂ. PSLVക്ക് അതിന് അത്രയും ഹൈറ്റിൽ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളുടെ ലോഞ്ച് ശരിക്കും ഒരു യാഥാർത്ഥ്യമായത് GSLV ലോഞ്ച് വെഹിക്കിൾ വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് GSLV എന്നുള്ള പേരും വന്നത്. GSL എന്ന് പറഞ്ഞാൽ ജിയോ സിങ്കർണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. അപ്പം ജിയോ സിങ്കർണസ് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഹൈറ്റിൽ കൊണ്ടുപോയാൽ എർത്ത് കറങ്ങുന്ന അതേ റേറ്റിൽ ഈ സാറ്റലൈറ്റും കൂടെ കറങ്ങണം. എന്നാലേ അത് എർത്തിൻ്റെ ഒരു പോയിൻറ്റിൻ്റെ മേളിൽ നിൽക്കുകയുള്ളൂ. അതാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഹൈറ്റിൽ ഇതിനെ കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ GSLV പോലെ കപ്പാസിറ്റി ഉള്ള ഒരു റോക്കറ്റ് വേണം. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ GSLVയുടെ കടന്നുവരവോടുകൂടി നമ്മൾ സമ്പൂർണ്ണമായും സ്വാശ്രയത്വം നേടി എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണത്തിൻ്റെ കാര്യം? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കേപ്പബിളായി എന്ന് നമുക്ക് പറയാം. എങ്കിലും നമ്മളിനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രയാൻ അങ്ങനെയുള്ള മിഷൻസൊക്കെ വരുമ്പോൾ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മാസ് പോരാ. അതായത് നമ്മൾ എനർജി ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോകാനുള്ള എനർജി ഒരു സിസ്റ്റത്തിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പേലോഡ് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു ട്രജക്ടറിയിൽ ഒരു സ്പേസ് ക്യാപ്സ്യൂളിനെ എത്തിക്കണമെന്നെങ്കിൽ നമ്മൾ വളരെയധികം എനർജി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ GSLV പോലുള്ള ഒരു റോക്കറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് അവിടെ എത്തിക്കാവുന്ന മാസ് വളരെ ചെറുതായിരിക്കും. അത്രയും മാസ് നമുക്ക് പോരാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ റോക്കറ്റിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ പിന്നെയും കൂട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രയാൻ 3 മാർക്ക് 3 റോക്കറ്റ് GSLV LVM-3 റോക്കറ്റ് ഉപയോഗിച്ചതിൻ്റെ കാര്യം അതാണ്. അവിടെ നമുക്ക് കുറച്ചുകൂടെ മാസ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ LVM-ഉം GSLV-യും തമ്മിൽ എന്താണ് അടിസ്ഥാനപരമായിട്ട് വ്യത്യാസം എന്തായിരിക്കും? നമുക്ക് ക്രയോജനിക്കാണ്, പക്ഷേ അതിൻ്റെ ലോവർ സ്റ്റേജസിൻ്റെ കോൺഫിഗറേഷൻ, അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോളിഡ് ബൂസ്റ്ററിൻ്റെ കപ്പാസിറ്റി, പിന്നെ അതിൻ്റെ ലിക്വിഡ് എൻജിൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ ഇത്രയും പേലോഡ് ഇതിനകത്ത് കിട്ടുന്നത്. LVM-3 നമ്മൾ അച്ചീവ് ചെയ്തു. അത് LVM-3യിൽ അധിഷ്ഠിതമായിട്ട് ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു വേറൊരു ടേം നമ്മൾ കേൾക്കാറുണ്ട്, നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. യഥാർത്ഥത്തിൽ എന്താണ് ഈ നെക്സ്റ്റ് ജനറേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ? സാർ, ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടുന്ന് മൂണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓർബിറ്റ് ഉണ്ട്. അവിടെ നമുക്കൊരു 30 ടൺ പേലോഡൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ GSLV മാർക്ക് 3ക്ക് അതിനെ കൊണ്ട് കഴിയില്ല, LVM-3ക്ക് അതിന് കഴിയില്ല. അപ്പോൾ കൂടുതൽ കപ്പാസിറ്റിയുള്ള, അതായത് കൂടുതൽ എൻജിൻസ് വേണം. അത് നമ്മൾ ഒരേ എൻജിൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ ക്ലസ്റ്റർ ചെയ്ത് വെക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു എൻജിൻ നമ്മൾ നിർമ്മിക്കുന്നു, അങ്ങനത്തെ ഒരു 10 എൻജിൻസ് നമുക്ക് കൊണ്ടുവന്നിരിക്കട്ടെ. ഈ എൻജിൻസിനെല്ലാം കൂടെ ക്ലസ്റ്റർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റേജസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള പുതിയ കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പറത്താൻ പറ്റുന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ ആയതുകൊണ്ടാണ് നമ്മളതിനെ ന്യൂ ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ കപ്പാസിറ്റി, അതായത് നമ്മൾ സാധാരണ പറയുന്ന ഈ റോക്കറ്റുകളെല്ലാം കാട്ടിലും ഒരു പേലോഡ് കേപ്പബിലിറ്റി വളരെ ഹൈ ആയിട്ടുള്ള ഒരു റോക്കറ്റായിരിക്കും ഈ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. അപ്പോൾ അത്തരത്തിലുള്ള റോക്കറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചന്ദ്രനിലേക്ക് നമുക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വലിയൊരു മാസ് എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ചന്ദ്രനിൽ ഒരു പരീക്ഷണം നടത്താനായിട്ടൊരു മോഡ്യൂൾ എത്തിക്കുന്നത് പോലല്ല നമ്മൾ മനുഷ്യനെ കയറ്റി ചന്ദ്രനിൽ പോകുന്നത്. നമുക്കൊരു ബേസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ബേസ് വേണ്ട, ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ. അതായത് വെൻ യു ആർ ടോക്കിങ്, നമ്മൾ ഒരു ക്രൂഡ് മിഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു മൊഡ്യൂൾ കൊണ്ടുപോകുന്ന ഒരു സാറ്റലൈറ്റ് കൊണ്ടുപോകുന്ന പോലെ അല്ല. അതിനകത്ത് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ വേണം. കാരണം ഈ മനുഷ്യന് കഴിയാനുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം, അയാളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണം, അയാൾക്കുള്ള ഫുഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മാസ് ഒരാൾ അതിനകത്ത് ഉണ്ടാകുമ്പോൾ ആളിൻ്റെ മാസ് മാത്രമല്ല, ആളിനവിടെ സേഫായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ധാരാളം മാസ് നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു മാൻഡ് മിഷനൊക്കെ മൂണിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വളരെയധികം പേലോഡ് കപ്പാസിറ്റി ഉള്ള റോക്കറ്റ്സ് വേണം. അപ്പോൾ അതെല്ലാം നമ്മൾ പുതുതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മളേതായാലും ക്രൂഡ് മിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഗഗൻയാനിലേക്ക് കിടക്കുന്നു. കാരണം രാജ്യം ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു മൊമെൻ്റാണത്. നമ്മുടെ ഗഗൻയാൻ അല്ലെങ്കിൽ നമ്മുടെ ഗഗൻ യാത്രികർ എന്നാണ് ഭാരതത്തിൻ്റെ പതാകയുമേന്തി സ്വന്തം കരുത്തിൽ സ്പേസിലെത്തുക എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താണ് സാർ ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു സ്റ്റേജ് എന്തായി ഇപ്പം? സാർ, അതായത് ഗഗൻയാൻ മിഷൻ നമ്മൾ സാധാരണ റോക്കറ്റ് മിഷൻസിനെ പോലല്ല.
അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ, അതായത് നമ്മളൊരു മനുഷ്യനെ നമ്മൾ നമ്മുടെ ലോഞ്ച് വെഹിക്കിളിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ സാധാരണ മിഷൻസിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് മിഷൻ സക്സസ് ആണ്. അതായത് ഇപ്പോൾ എനിക്കൊരു സാറ്റലൈറ്റിനെ നമ്മളൊരു 500 കിലോമീറ്റർ സർക്കിൾ ഓർബിറ്റിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്ത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എങ്ങനെയെങ്കിലും അവിടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കും നമ്മൾ. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് കുറച്ച് അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ ബൂസ്റ്റ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് കൂടുതൽ ബേൺ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ഇതിനെ അവിടെ എത്തിക്കും. മിഷൻ സക്സസ് ആണ് അവിടെ പ്രധാനം. പക്ഷേ ഒരു മനുഷ്യൻ ഈ റോക്കറ്റിനകത്തിരിക്കുമ്പോൾ മിഷൻ സക്സസിനെക്കാട്ടിൽ നമുക്ക് പ്രാധാന്യം ഈ മനുഷ്യൻ്റെ സേഫ്റ്റിയാണ്. അതായത് ക്രൂ സേഫ്റ്റിയാണ് പ്രയോറിറ്റി. മിഷൻ ഫെയിൽ ചെയ്താലും ക്രൂവിന് ആപത്തൊന്നും സംഭവിക്കരുത്. അപ്പം നമ്മൾ ക്രൂവിൻ്റെ സേഫ്റ്റിയും മിഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വന്നാൽ നമ്മളെപ്പോഴും ക്രൂ സേഫ്റ്റിയെ ഡിസൈഡ് ചെയ്യും. ക്രൂ സേഫ്റ്റി വേണം എന്ന് തീരുമാനിക്കും. ഈ രീതിയിലാണ് അത് മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു സാധാരണ റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ചെറിയ പ്രോബ്ലം നമ്മൾ കണ്ടാലും നമ്മൾ കരുതും എന്തായാലും നമുക്ക് ഇതിനെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മളതിനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേ നമ്മൾ നോക്കത്തുള്ളൂ, വേറെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ ഗഗൻയാനകത്ത് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പ്രോബ്ലം കണ്ടു, ഈ പ്രോബ്ലം ക്രിട്ടിക്കലാകാം എന്നുള്ള ഒരു തോന്നൽ, ഒരു അസസ്മെൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മിഷൻ കണ്ടിന്യൂ ചെയ്യില്ല. നമ്മൾ അപ്പോഴേ എഞ്ചിനൊക്കെ ഓഫ് ചെയ്ത് ക്രൂവിനെ നമുക്ക് സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ചില സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റംസ് വഴി നമ്മൾ സേഫായിട്ട് തിരിച്ചിറക്കും. അപ്പം മിഷൻ്റെ ഏത് പോയിന്റിൽ വെച്ച് നമ്മളൊരു പ്രോബ്ലം വന്നാലും ക്രൂവിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് ഇതിനകത്ത് ബിൽഡ് ചെയ്ത് വെക്കണം. ഏത് സ്റ്റേജിൽ പ്രോബ്ലം വന്നാൽ അബോട്ട് ചെയ്യാൻ നമുക്ക് പറ്റും, സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ വേണം. ഇതാണ് ഇതിനകത്തെ പ്രധാന ചലഞ്ച്. എവിടെ വെച്ച് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അവരെ താഴെ എത്തിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധാരണ ലോഞ്ച് വെഹിക്കിളിന് ഒരു ട്രജക്ടറി ഡിസൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഗഗൻയാൻ്റെ ട്രജക്ടറി ഡിസൈൻ ചെയ്യുന്നത്. കാരണം ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് അവരെ താഴെ എത്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റുകളിൽ കൂടി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് വളരെ നമ്മൾ ഒപ്റ്റിമമായിട്ട് പോകുന്ന ഒരു പാത്ത് ആയിരിക്കത്തില്ല നമ്മളിവിടെ എടുക്കുന്നത്, ക്രൂവിന് സേഫ് ആയിട്ടുള്ള പാത്തായിരിക്കും എടുക്കുന്നത്. സാറിന് മനസ്സിലായി? അതായത് സേഫ് ആയിട്ടുള്ള പോയിന്റുകൾ തെരഞ്ഞു പിടിച്ച് ആ പോയിന്റുകളിൽ കൂടെ ഉള്ള മാത്രമുള്ള യാത്ര. എക്സാക്ട്ലി അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ബെസ്റ്റ് റൂട്ട് ആയിരിക്കത്തില്ല. നമ്മൾ റോക്കറ്റിൽ എപ്പോഴും ബെസ്റ്റ് റൂട്ടാണ് എടുക്കുന്നത്. ഒപ്റ്റിമം റൂട്ട് എന്നൊരു സാധനമുണ്ട്. പക്ഷേ ഒപ്റ്റിമം റൂട്ടിനെക്കാട്ടിലും കൂടുതൽ സേഫ് റൂട്ടാണ്. അപ്പോൾ എപ്പോൾ വേണേലും നമുക്ക് ക്രൂവിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. ഇതാണ് അതിനകത്തുള്ള പ്രധാന വ്യത്യാസം. ഈ നമുക്ക് നമ്മുടെ സ്വന്തം ഗഗൻ യാത്രികർ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ റോക്കറ്റ് സയൻസും അല്ലെങ്കിൽ മെറ്റലർജി പോലുള്ള സംഗതികൾ മാത്രമല്ലല്ലോ, അതിൻ്റെ അനുബന്ധമായ മറ്റ് ശാസ്ത്രശാഖകൾ ഒരേ സമയം വികസിക്കേണ്ടി വരത്തില്ല. ഉദാഹരണത്തിന് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ എങ്ങനെ സ്പേസിൽ ആ മെഡിസിൻ ഇൻറ്ററാക്ട് ചെയ്യുമെന്നു അത്തരം എന്തെങ്കിലും ഒരു പുരോഗമനം നമ്മുടെ കേസിൽ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം VSSC, IASU, LPSC കൂടുതലും ഈ റോക്കറ്റിൻ്റെ ഒരു വർക്കാണ് ചെയ്യുന്നത്. ഇതിനു പുറമെ നമുക്ക് എൻവയോൺമെൻറ്റൽ കൺട്രോൾ ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ LPSCയിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ക്രൂ ഇരിക്കുന്നെങ്കിൽ അതിനകത്തുണ്ടെങ്കിൽ, അതായത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് ഓക്സിജൻ വേണം. അയാൾക്ക് ഓക്സിജൻ മാത്രം പോരാ, കുറച്ച് നൈട്രജൻ അതിനകത്ത് വേണം. കാർബൺ ഡൈ ഓക്സൈഡ് അധികമാകരുത്. അയാൾക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ഒരു പ്രഷറുണ്ട്, അയാൾക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ സ്പേസിൽ നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ ഫാക്ടേഴ്സൊക്കെ നമുക്ക് മനുഷ്യൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വാല്യൂസിലോട്ട് പോകും. അങ്ങനെ പോകാതിരിക്കാനായിട്ട് ഓരോ നിമിഷവും അതിനകത്തുള്ള ഈ പാരാമീറ്റേഴ്സ് എല്ലാം മെഷർ ചെയ്യുകയും ഇതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതിനകത്ത് വേണം. ഇതൊന്ന്. രണ്ട്, ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ, അതായത് ഗ്രാവിറ്റി കുറഞ്ഞ കണ്ടീഷനിൽ പോകുമ്പോൾ മനുഷ്യൻ്റെ ശരീരം എങ്ങനെ പ്രതികരിക്കും, അവർക്ക് എന്തെങ്കിലും അനാരോഗ്യമുണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്, നമ്മളും നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം പഠനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാവും ഒരു ക്രൂ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അയാൾക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ ദീർഘകാലം നമ്മൾ സ്പേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ്ലെസ്നെസ്സിലാണല്ലോ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ബോൺ സ്ട്രക്ചറിന് എന്ത് സംഭവിക്കും, മസിൽസിന് എന്ത് സംഭവിക്കും, അത് കുഴപ്പങ്ങൾ വരാതിരിക്കണമെങ്കിൽ എന്ത് തരത്തിലാണ് അവർ വ്യായാമം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗഗൻയാൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളും ഇത് വളരെ ഗാഢമായിട്ട് പഠിക്കുന്നുണ്ട്. അതിനുള്ള സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂഷനാണോ നടത്തുന്നത്, അതോ ജനറലായിട്ട് ഇന്ത്യ മുഴുവനായിട്ടാണോ? ഇന്ത്യ, അതായത് ശരിക്കും നമുക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സെൻറ്ററുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പല മെഡിക്കൽ ഏജൻസീസുമായിട്ടും മറ്റ് പല ഏജൻസീസുമായിട്ടും ബന്ധപ്പെട്ട് അവരെ ചേർത്തൊരു ടീമുണ്ടാക്കി ഈ കാര്യത്തിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാം എഞ്ചിനീയേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചിലത് മെഡിക്കൽ
ആസ്പെക്ട്സ് വേണ്ടി വരും. അപ്പോൾ അതിനകത്തുള്ള വിദഗ്ധരുണ്ട്. പിന്നെ ഈ സ്പേസ് സംബന്ധമായ മെഡിസിനിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ട്. അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം നമ്മൾ അതിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗഗൻയാൻ്റെയോ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ്റെയൊക്കെ ഒരു ടൈം ലൈൻ, റഫ് ടൈം ലൈൻ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ? സർ, ഗഗൻയാൻ നമ്മളിപ്പോൾ ഉടനെ ഗഗൻയാൻ്റെ ജീവൻ മിഷൻ നമുക്ക് പോകും. ഇനി ഈ ജീവൻ മിഷനിൽ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യുക? സർ, അതിനകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ എന്നുള്ള മിഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്രൂ ഇല്ല. പക്ഷേ ക്രൂ സപ്പോർട്ടിന് വേണ്ടുന്ന സിസ്റ്റംസ് എല്ലാം നമ്മൾ അതിനകത്ത് വയ്ക്കും. അപ്പോൾ അത് നമ്മൾ ബേസിക്കലി ഒരു സിസ്റ്റം നമ്മൾ ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല. ഗ്രൗണ്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇത് ചിലപ്പോൾ സ്പേസിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് പ്രൂവൺ സിസ്റ്റംസ് എന്നൊരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാ സിസ്റ്റംസും നമ്മൾ ഫ്ലൈറ്റിൽ പ്രൂവ് ചെയ്യും. അങ്ങനെ ക്രൂ ഇല്ലാതെ തന്നെ ക്രൂവിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് സിസ്റ്റംസും കൊടുത്ത് ഇതിൻ്റെ എല്ലാം പെർഫോമൻസ് മെഷർ ചെയ്ത് ഇതെല്ലാം അഡിക്വേറ്റ് ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ക്രൂവിനെ വെച്ചിട്ടുള്ള മിഷൻ നമ്മൾ വിടാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നമുക്ക് G2-നെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു. ജീവൻ സർ, ജീവൻ കഴിഞ്ഞിട്ട് G2 മിഷനിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവനിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ജീവൻ നമ്മൾ പറത്തി കഴിയുമ്പോൾ നമുക്ക് കുറേ ഒബ്സർവേഷൻസ് കിട്ടും അതിനകത്തുനിന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്, ഏതൊക്കെ പിന്നെ ഫാക്ടേഴ്സാണ് നമ്മൾ അതിനകത്ത് നോക്കേണ്ടത്, നമ്മൾ വെച്ചിരിക്കുന്ന സിസ്റ്റംസിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ, ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന കറക്ഷൻസ് നമ്മൾ G2-ൽ ചെയ്യും. G2-ൽ എന്തൊക്കെയാണോ നമ്മൾ വെക്കുന്നത് അത് വെച്ചിട്ട് തന്നെ റിപ്പീറ്റ് മിഷൻ G3-ൽ ചെയ്യും. പിന്നെ നമ്മൾ H1-ൽ പോകും. ഇതാണ് നമ്മളുടെ ഒരു H1 ആണോ നമ്മുടെ H1 ആണ് ഫൈനൽ ഹ്യൂമൻ റേറ്റഡ് മിഷൻ. അതെ. ഓക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു അന്തരീക്ഷ സ്പേസ് സ്റ്റേഷൻ വേണമെങ്കിൽ അവിടെയാണെങ്കിൽ നൂറ്റിക്കണക്കിന് രീതിയിൽ നിങ്ങൾക്ക് സ്പേസ് ട്രാവൽ ചെയ്യേണ്ടി വരത്തില്ല. കാരണം കോമ്പണൻ്റ് പലതവണയായിട്ട് അവിടെ സ്പേസിൽ എത്തിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു ഗഗനയാത്രയും ഇൻവോൾവ് ആയിരിക്കുമോ, അവിടെ എത്തിക്കുക, അസംബിൾ ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക്? നിർബന്ധമില്ല. കാരണം രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഗഗനയാത്രയെ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ എപ്പോഴും ആളുകളുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ബേസ്ഡ് അസംബ്ലീസും പോസിബിളാണ്. അതായത് നമുക്ക് സ്പേസിൽ തന്നെ റോബോട്ടിക് സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പേസിൽ തന്നെ ഇതിനെ സ്വയം അസംബിൾ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ 2 സാറ്റലൈറ്റ്സ്, ഇപ്പോൾ നമ്മൾ സ്പേഡെക്സ് മിഷനിൽ 2 സാറ്റലൈറ്റ്സ് ഡോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡോക്കിംഗ് മെക്കാനിസം ഒക്കെ വെച്ചിട്ട് നമുക്ക് 2 സാധനങ്ങൾ പരസ്പരം വന്നു ചേർന്ന് അവർ തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് അസംബിൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ല ക്രൂ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻ്റർവെൻഷനോട് കൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ശരി. അപ്പോൾ ഒരു 10-15 വർഷം എങ്ങനെയായാലും ഒരു സ്പേസ് സ്റ്റേഷൻ എന്നൊരു കോൺസെപ്റ്റിലേക്ക് വേണ്ടി വരാനുള്ള സാധ്യതയുണ്ടാകും. സ്പേസ് സ്റ്റേഷൻ നമ്മൾ ഇപ്പം ഈ അടുത്ത 2028 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ആദ്യത്തെ മോഡ്യൂൾ ലോഞ്ച് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്തൊക്കെ ഒത്തിരി ടെക്നിക്കൽ ചലഞ്ചസ് ഉണ്ട്. ഇത് നമ്മൾ പിന്നെ അത് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള റെസ്പോൺസസ് ഒക്കെ നോക്കി അടുത്ത മോഡ്യൂൾസ് ലോഞ്ച് ചെയ്ത് ഇതിനെ എല്ലാം കൂടെ അവിടെ കൂട്ടി യോജിപ്പിച്ച് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. പൊതുവെ ആൾക്കാരുടെ ഒരു സാധാരണ ഒരു സംശയമാണ്, നമുക്ക് എന്തിനാണ് സ്വന്തം സ്പേസ് സ്റ്റേഷൻ, ഇത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവരോട് കൊളാബറേറ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇതിന് മറുപടി പറയും? സാർ, ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്ത് ടെക്നോളജി ആണെങ്കിലും ആ ടെക്നോളജി നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൻ്റെ ടെക്നോളജിയോ മറ്റൊരാളുടെ ടെക്നോളജിയോ ആണെങ്കിൽ അവർക്ക് ആ ടെക്നോളജി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിനേ ചെയ്യാം. അപ്പം ഇനിയുള്ള കാലത്ത് ശരിക്കും പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് സ്പേസ് അത്യാവശ്യമാണ്. അതായത് നമ്മൾ വിചാരിക്കാത്ത തരത്തിലാണ് സ്പേസ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഇപ്പം ഈ നിമിഷം എർത്തിന് ചുറ്റുമുള്ള എല്ലാ സാറ്റലൈറ്റ്സും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചിട്ടാണ് ഈ റെക്കോർഡിങ് നടന്നതെങ്കിൽ അത് നിൽക്കും. സാറിൻ്റെ മൊബൈൽ വർക്ക് ചെയ്യാതാവില്ല. പിന്നെ നമ്മൾ റെയിൽവേയിൽ നമ്മൾ പല സാറ്റലൈറ്റ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സിസ്റ്റങ്ങൾ മുഴുവൻ ചിലവാകും. പല ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും നമ്മുടെ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ചിലവാകും. വെതർ പ്രഡിക്ഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത 100 കണക്കിന് മേഖലകളിൽ സ്പേസ് ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇത് നമ്മളെ എപ്പോഴെങ്കിലും നമുക്ക് ഇത് ഡിനേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ GPS തരാതിരിക്കാൻ വേണമെങ്കിൽ GPS സ്വന്തമായിട്ട് ആരുടെ സ്വന്തമായിട്ടാണോ അതിരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കും എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ തീരുമാനിച്ചാൽ നമ്മൾ സാധ്യതയില്ലെങ്കിൽ തന്നെയും നമുക്കെപ്പോഴും സ്വന്തമായിട്ട് രാജ്യത്തിന് സ്വന്തമായിട്ട് ഒരു ടെക്നോളജി ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമ്മളിപ്പോഴും നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഒരു പോളിസി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എപ്പോഴും പറയുന്നത് ആത്മനിർഭരത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതെനിക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കൺസെപ്റ്റായിട്ട് തോന്നി. കാരണം നമുക്കെപ്പോഴും സ്വയം പര്യാപ്തത വേണം. നമ്മൾ ഒരു കാര്യത്തിനും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ ആണെങ്കിൽ ഒരവസരങ്ങളും നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല.
ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഉള്ള ഒരു ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നതിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉം. അപ്പോൾ ചിലപ്പോൾ ഇസ്രോയ്ക്ക് തനിച്ച് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ ഇവിടെ ഇൻഡസ്ട്രീസ് ഉണ്ട്, ഇവിടെ അക്കാഡമിയുണ്ട്, പല തരത്തിലുള്ള പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെയെല്ലാം കൂടെ നമ്മൾ ഒത്തൊരുമിപ്പിച്ച് പരിശ്രമിച്ചാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാതായിട്ടുള്ള ഒരു കാര്യമില്ല. ഇതാണ് നമ്മുടെ ഒരു വ്യൂ ഇതിനകത്ത്. ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞ പോയിന്റ് സാറ് പറഞ്ഞ ഇതേ സംഗതി തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് വിഭവങ്ങളെ ആയുധവൽക്കരിക്കുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം പറഞ്ഞത് സ്വന്തം ഭൂപ്രദേശങ്ങളെ പോലും, ഹോർമൂസിലേക്കുള്ള ഒരു റെഫറൻസ് ആയിരിക്കാം, ഭൂപ്രദേശങ്ങളെ പോലും ആയുധവൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം അത് ആർക്കും ഏത് നിമിഷവും വെപ്പണൈസ് ചെയ്ത് ഡിനേ ചെയ്യാം ബാക്കിയുള്ളവർക്ക്. അപ്പം ആ ഒരു പോയിന്റിൽ ഒരു നമ്മുടെ ആത്മനിർഭരതയുടെ ഏറ്റവും വലിയ ഒരു പ്രധാന ചുവടുവെപ്പായിട്ട് ISRO സ്പേസ് ടെക്നോളജി മുന്നോട്ട് പോകുന്നു. എല്ലാവിധ ആശംസകളും അതിലുണ്ടാവും. പക്ഷേ അടുത്ത കാലത്ത് വന്നിട്ടുള്ള മറ്റൊരു മാറ്റം, ഈ യുവാക്കളുടെ നേതൃത്വത്തിലൊക്കെയുള്ള വലിയ സ്റ്റാർട്ടപ്പുകൾ തുടരെ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചന്ദ്രയാൻ 3 മൊമെൻറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത്. സാർ എങ്ങനെ കാണുന്നു ഈ പുതിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളൊക്കെ പൊതുവെ സാർ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? സാർ, ഇത് വളരെ സ്വാഗതാർഹമായ ഒരു അവസ്ഥയാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഞാനിതിനെ കാണുന്നത് ഇങ്ങനെയാണ്. നമുക്ക് 4 വെർട്ടിക്കൽസ് ഉണ്ട്. 1 ഇസ്രോ, 2 ഇൻഡസ്ട്രി, 3 സ്റ്റാർട്ടപ്പ്, 4 അക്കാഡമിയ. ഈ 4 വെർട്ടിക്കൽസ് തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഇമ്പോസിബിളായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ ഒരു ചെറിയ കോമ്പണൻറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യണം, ഒരു IC ഫാബ്രിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഉണ്ടാക്കണം. ഇത് നമുക്കിതിൻ്റെ ടെക്നോളജി ഇല്ലയെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വളരെ ഫണ്ടമെൻ്റൽ റിസർച്ച് ആയിരിക്കും വേണ്ടുന്നത്. ഇത് ചെയ്യാൻ കഴിവുള്ള ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയെങ്കിലും കാണും. നമ്മൾ അവരെ സമീപിച്ചാൽ അവരിതൊരു ചെറിയ PhD വർക്കായിട്ടോ വല്ലതും കൊടുത്ത് ദേ വിൽ പുട്ട് ഫുൾ ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ദാറ്റ് ടെക്നോളജി. അപ്പോൾ അവർ മാസ് പ്രൊഡക്ഷനൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. അവർക്ക് ആ ചെറിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റും. ഈ ടെക്നോളജിയെ എടുത്ത് ഇസ്രോ കുറച്ചുകൂടെ ഗ്രൂം ചെയ്ത് അതിനെ കുറേ കൂടെ ഒന്ന് പെർഫെക്റ്റ് ചെയ്തിട്ട്, സപ്പോസ് വി ആർ ട്രാൻസ്ഫറിങ് ദിസ് ടെക്നോളജി ടു എ സ്റ്റാർട്ടപ്പ്. അപ്പോൾ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പിന് ഇസ്രോ അതിനകത്ത് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫോക്കസ് കൊടുത്ത് അത് മാത്രം ഫോക്കസ് ചെയ്ത് അവന് ചെയ്യാൻ കഴിയും. അപ്പോൾ അയാൾ അതിനെ കുറച്ചും കൂടെ വലുതാക്കി നമുക്ക് പിന്നെ കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പും ഈ അക്കാഡമിക് സെക്ടറും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇസ്രോയുടെയും കൂടെ സഹായത്തോടു കൂടി ഇതിനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിരിക്കട്ടെ, ഇൻഡസ്ട്രിക്ക് അത് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. അത് ഇസ്രോയുടെ എപ്പോഴും ഉള്ള ഒരു തീം എന്ന് പറഞ്ഞാൽ ടീം വർക്കാണ്. അപ്പോൾ ഈ ടീം വർക്ക് എന്ന് പറയുമ്പം ഇസ്രോയ്ക്കകത്ത് മാത്രമുള്ള ടീം വർക്കല്ല, ഇന്ത്യ ഒന്നാകെ ഒരുമിച്ചൊരു ടീം വർക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ പല മടങ്ങ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്സും നമ്മുടെ ഇൻഡസ്ട്രിയും നമ്മുടെ അക്കാഡമിയെയും ഇസ്രോ പോലുള്ള സ്ഥാപനങ്ങളും ഇസ്രോ DRDO തുടങ്ങിയ സ്ഥാപനങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു പവറായി മാറും. ഇതാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ശരിക്ക് നമ്മുടെ 2020 സ്പേസ് സെക്ടർ റിഫോംസ് വന്നു. അപ്പോൾ ഈ സ്പേസ് സെക്ടർ റിഫോംസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ടീംസിന്, പാർട്ടീസിന് സ്പേസ് റോക്കറ്റ് ബിൽഡ് ചെയ്യാം, സാറ്റലൈറ്റ് ബിൽഡ് ചെയ്യാം, അസംബിൾ ചെയ്യാം, ലോഞ്ച് ചെയ്യാം എന്നുള്ള ഒരു പെർമിഷനാണ് കൊടുത്തത്. അതോടുകൂടി വളരെയധികം സ്റ്റാർട്ടപ്പുകൾ പുറത്തു വരികയും അവരിതിനകത്ത് വർക്ക് ചെയ്യും. ഇപ്പം അടുത്തിടയ്ക്ക് നമ്മുടെ സ്കൈ റൂട്ട് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തു. അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവരൊരു ഓർബിറ്റൽ മിഷൻ അവർ അച്ചീവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതിനുള്ള കപ്പാസിറ്റി ആളുകൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്കോസിസ്റ്റം ഇന്ത്യയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് സ്പേസ് ടെക്നോളജിയിൽ പല പല കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇസ്രോ ഉണ്ട്. ഇസ്രോയിൽ നിന്ന് റിട്ടയർ ചെയ്ത വിദഗ്ധന്മാരായ ആളുകൾ പുറത്തു നിൽപ്പുണ്ട്. അവരിൽ ചിലരൊക്കെ ഇസ്രോ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ സേവനം മറ്റുള്ള പ്രൈവറ്റ് പാർട്ടീസിന് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇവരുണ്ട്. ഇതിനു പുറമെ ഇസ്രോ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇസ്രോ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇതും ഈ പിന്നെ മറ്റേ പ്രൈവറ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു പിന്നെ കേപ്പബിലിറ്റിയും കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ നമുക്ക് വളരെ മിറക്കിൾസ് ചെയ്യാൻ പറ്റും. ആ ഉദ്ദേശത്തോടുകൂടി 2023 ഇന്ത്യയുടെ സ്പേസ് പോളിസി ഡെവലപ്ഡായി. അപ്പോൾ അതിനുള്ള ഒരു ഫ്രെയിം വർക്ക് ക്ലിയറാണ്. ഈ ഫ്രെയിം വർക്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവേ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സംശയം ഞാൻ പറയുന്നത്, ഒരു വലിയ മേഖല തുറന്നു കിട്ടുകയാണ്, ഒരു വലിയ തൊഴിലവസരങ്ങളുടെ നല്ല ഒന്നാന്തരം തൊഴിലുകളുടെ അവസരം തുറന്നു കിട്ടുകയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ IT പോകാനാണെങ്കിൽ അറിയാം ഇന്നതാണ് പഠിക്കേണ്ടത് എന്നൊക്കെ അറിയാം. പക്ഷേ ഈ സ്പേസ് സെക്ടറിലേക്കുള്ള തൊഴിലുകൾക്കായിട്ട് അവർ എന്ത് പഠിക്കണം എന്നൊരു ചോദ്യം വന്നാൽ സാർ എങ്ങനെയായിരിക്കും ഇതിന് മറുപടി? സാർ, ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പേസ് സെക്ടറിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാം.
അപ്പോൾ ഒന്ന് ഒന്ന് അത് ആദ്യം ആളുകളുടെ ഒരു അഭിരുചി അവർ തന്നെ ഉം. മനസ്സിലാക്കണം. എനിക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം. അത് ചില ആളുകൾക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാനായിരിക്കും ഇഷ്ടം. വേറെ ചില ആളുകൾക്ക് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താനായിരിക്കും ഇഷ്ടം. വേറെ ചില ആളുകൾക്ക് മാത്തമാറ്റിക്സും അതുപോലുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം. അപ്പോൾ അവരവരുടെ ഒരു താല്പര്യമുള്ള മേഖല കണ്ടെത്തുക. ആ മേഖലയും സ്പേസ് സെക്ടറും കൂടെ എങ്ങനെ ഒത്തുചേരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് നമുക്കിഷ്ടമെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്പേസും തമ്മിലുള്ള ബന്ധം വളരെ ക്ലിയർ ആണ്. അതെ. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുത്ത് പഠിക്കുന്ന ഒരാൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കട്ടെ, സാറിൻ്റെയും സബ്ജക്റ്റ് എന്തായിരുന്നു? സാർ എൻ്റെ ബിടെക് ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഇലക്ട്രോണിക്സ്. എംടെക് കൺട്രോൾ സിസ്റ്റംസ്, PhD ഗൈഡൻസ് ഓക്കെ ഓക്കെ. എയറോസ്പേസ് ആയിരുന്നു. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ചില ഫീൽഡുകൾ ധാരാളം ആപ്ലിക്കബിലിറ്റി ഉണ്ട് റോക്കറ്റിനകത്ത്. അപ്പോൾ ഈ 2 ബ്രാഞ്ചുകൾ, അതുപോലെ കെമിസ്ട്രി, പ്രൊപ്പൽഷൻ ഒക്കെ കെമിസ്ട്രി ആണല്ലോ. അപ്പോൾ ഈ 3 ബ്രാഞ്ചുകൾക്ക് വളരെ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അതുപോലുള്ള ഒരു കാര്യമാണ്. കാരണം ഈ എല്ലാ ഫ്ലൈറ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഓട്ടോണമസ് ആണ്, നമുക്ക് ഗ്രൗണ്ടിൽ നിന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്ലൈറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ ഫ്ലൈറ്റ് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടുന്ന അൽഗോരിതം ഡെവലപ്മെൻറ്റ്സ്, പ്രോഗ്രാമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ജോലികളുണ്ട്. പിന്നെ ഇതിന് പുറമെ റോക്കറ്റിൻ്റെ കെമിക്കൽസ് മുഴുവൻ, പ്രൊപ്പൽഷൻ മുഴുവൻ കെമിക്കൽ സിസ്റ്റംസ് ആണ്. അപ്പോൾ കെമിസ്ട്രി അതിനകത്ത് വേണം. ഈ രീതിയിൽ മിക്കവാറും നമ്മുടെ എല്ലാ ബ്രാഞ്ചുകൾക്കും ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അത് പിന്നെ എന്തൊക്കെ തരത്തിലാണ് നമ്മളുടെ ഈ പഠിക്കാൻ നമുക്കിഷ്ടമുള്ള ശാഖയും സ്പേസുമായിട്ട് ഒരു അലൈൻമെൻറ്റ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഡയറക്ഷനിൽ നമ്മൾ പഠിക്കണം. ഇതാണ് ഒരു കാര്യം അതിനകത്ത് ചെയ്യേണ്ടത്. 2, നമുക്ക് ഈ ഇപ്പോൾ ഇസ്രോ പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സെലക്റ്റഡ് ആവണമെങ്കിൽ സബ്ജക്റ്റ് നോളജും നമ്മുടെ ആ ഒരു ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് എപ്പോഴും അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്ത് പഠിച്ചാലും അതിനെ വളരെ ആഴത്തിൽ ചിന്തിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റിറ്റീവ് ജോബിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. കാരണം അതിൻ്റെ സെലക്ഷൻ എപ്പോഴും നമ്മൾ നോക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഫണ്ടമെൻ്റൽസ് നിങ്ങൾക്ക് എത്ര തരമാണ് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഉണ്ട്. കാരണം ഫണ്ടമെൻ്റൽസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബാക്കി എന്തും പഠിച്ചെടുക്കാൻ പറ്റും. ഫണ്ടമെൻ്റൽസ് ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പൊതുവെ സ്റ്റാർട്ടപ്പുകളിലേക്ക് തൊഴിലന്വേഷണം പോകുന്ന വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം ഫോക്കസ് ഏരിയ? അതൊരു എന്താ പറയുക, ISRO മാത്രമല്ലല്ലോ, ഇനി അങ്ങോട്ടുള്ള അവരുടെ മുന്നിലേക്ക് കിടക്കുന്ന വലിയ അവസരങ്ങളുടെ ഒരു വലിയ സമൂഹം അവസരങ്ങൾ. അപ്പോൾ അവിടെ സാർ എന്തായിരിക്കും വിദ്യാർത്ഥികളിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റീസ്? സാർ അത് ഇസ്രോയ്ക്കകത്താണെങ്കിലും സ്റ്റാർട്ടപ്പിലാണെങ്കിലും ഉണ്ടാവേണ്ട ക്വാളിറ്റീസൊക്കെ സെയിം ആണ്. ആ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ 1, ആഴത്തിലുള്ള പഠനം. 2, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്. കാരണം ഒരു ശാസ്ത്ര കണ്ടുപിടുത്തവും കുറുക്കുവഴികളിൽ കൂടി ഉണ്ടായിട്ടുള്ളതല്ല. അതിൻ്റെ എല്ലാം പുറകിൽ കഠിനമായ പരിശ്രമമുണ്ട്. 3, ഒരു പരാജയം നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പരാജയത്തിനകത്തുനിന്ന് പാഠങ്ങൾ പഠിച്ച് വൈകാരികമായിട്ട് അതിനെ കാണാതെ മുന്നോട്ട് പോകാനുള്ള ഒരു റെസിലിയൻസ്, ഒരു പെർസിവിയറൻസ്. ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പിലാണെങ്കിലും ഇസ്രോയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വിജയിക്കാൻ പറ്റും. ഞാൻ ഒന്ന് പുറകോട്ട് പോവുകയാണ്. സാറ് 94-ലാണ് ISROയിൽ വന്നത് എന്ന് പറയുന്നു. അപ്പോൾ അന്ന് 94-ൽ കണ്ട ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയും ജനങ്ങൾക്ക് അതിനോടുണ്ടായിരുന്നൊരു മനോഭാവവും അല്ലെങ്കിൽ പൊതുവേ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയറും ഇന്നത്തെ കാലഘട്ടവും വെച്ച് താരതമ്യം ചെയ്താൽ സാറിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ് എന്തായിരിക്കും? സാർ, എനിക്ക് എന്നും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ജനം ഈ സ്പേസ് മിഷൻസിനെയും പിന്നെ ഇസ്രോയുടെ പ്രവർത്തനങ്ങളെയും ഒരു താല്പര്യത്തോടും ക്യൂരിയോസിറ്റിയോടും കുറച്ച് അത്ഭുതത്തോടും കൂടിയാണ് ഇന്നും കണ്ടുകൊണ്ടിരുന്നത്. അതിനന്നും ഇന്നും മാറ്റമില്ല. അതെപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലവസരങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു, സാറിന് അറിയാമല്ലോ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ ധാരാളമുണ്ട് ആളുകൾക്ക്. അത് ഒരു ഗ്ലോബലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ പോകാം, മറ്റേ നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, അങ്ങനെ പല തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇസ്രോയ്ക്കും ഇസ്രോ ചെയ്യുന്ന തരത്തിലുള്ള വർക്കുകൾക്കും അല്ലെങ്കിൽ തുല്യമായ വർക്കുകൾ ചെയ്യുന്ന സ്റ്റാർട്ടപ്പിനും എപ്പോഴും ഒരു റെപ്യൂട്ടേഷനും ആളുകളുടെ ഒരു ആദരവും ഒരു ബഹുമാനവും അന്നും ഇന്നും കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എങ്കിലും ഇന്ന കാര്യം നമുക്ക് പാടായിരിക്കും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒന്ന് പുറകോട്ട് വലിക്കാവുന്ന ഒരു സാഹചര്യം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നെ പേഴ്സണലായിട്ടോ? ഒരു ഈ മൊത്തത്തിൽ ഈ 10, 30, 40 വർഷം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല. കാരണം സാർ, ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സെൽഫ് എഫിക്കസി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്
ഈ കാര്യം നമ്മളെ കൊണ്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ള നമ്മുടെ ഒരു ഉള്ളിലുള്ള വിശ്വാസം. ഈ വിശ്വാസം കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ വിജയിക്കാൻ സാധ്യത കൂടുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ സൈക്കോളജിയിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു നമുക്കിത് കഴിയും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും താൽക്കാലിക പരാജയങ്ങൾ നേരിട്ടാലും നമ്മൾ അതിനകത്തുനിന്ന് പിന്തിരിയത്തില്ല, നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് നമ്മളൊരു കാര്യത്തെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തുള്ള ചെറിയ ചെറിയ പരാജയങ്ങളിൽ മനമെടുത്ത് പിന്മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ പൂർണ്ണ ധൈര്യത്തോടു കൂടിയും പൂർണ്ണമായിട്ടും നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടും കൂടി അതിനകത്തോട്ട് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒരു ഈ റെസിലിയൻസ് എന്നൊരു ആസ്പെക്റ്റ് ആണല്ലോ സാറൊന്ന് ഫോക്കസ് ചെയ്ത്. അതെ. അപ്പോൾ ഈ ISROയുടെ ഒരു ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ മുഴുവൻ ചരിത്രവും നോക്കിയാൽ ഈ റെസിലിയൻസിന് ഒരു വലിയ പങ്കുണ്ടാവില്ല. കാരണം ആദ്യ ഒരു കാലത്ത് പരാജയങ്ങളുടെ ഒരു വലിയ പരമ്പര ഉണ്ട്, പിന്നീട് വിജയങ്ങളുടെ ഒരു പരമ്പര, അതിനുശേഷം കുറച്ച് നാൾ വീണ്ടും ഒരു പരാജയങ്ങളുടെ പരമ്പര. അപ്പോൾ ഈ എന്നാലും നമ്മൾ വിജയം കൈവരിച്ചു. ഇനി ഭാവിയിലേക്ക് നമ്മുടെ ബഹിരാകാശ ശാസ്ത്ര മേഖല എന്തായിരിക്കും ഇനിയും നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട ചില കാര്യങ്ങളെന്ന് സാറിന് തോന്നിയിട്ടുള്ളത്? കാരണം ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ആ വളർച്ചയുടെ ദിശ എന്തായിരിക്കും? സോ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ വർക്കിംഗ് കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇസ്രോയുടെ ഒരു അപ്രോച്ച് കറക്റ്റാണ്. അതായത് നമ്മൾ ടീം വർക്കിൽ ഊന്നിയുള്ള ഒരു രീതിയാണ് നമ്മുടേത്. അതായത് നമ്മൾ എപ്പോഴും ഒരാൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു ടീമിന് അവരുടെ കഴിവുകൾ പരസ്പര പൂരകമായിരിക്കും, അവർ ചെയ്തു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ഒരു അസംഷൻ. എപ്പോഴും നമ്മൾ ടീംസാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നമ്മുടെ റിവ്യൂ സിസ്റ്റംസ് വളരെ തറവാണ്. അതായത് നമ്മൾ പല ലെവൽസിലൊരു കാര്യം റിവ്യൂ ചെയ്യും. അതായത് ഇപ്പോൾ ഒരാളൊരു ഡിസൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഡിസൈൻ പല കമ്മിറ്റികൾ പല ലെവൽസിലുള്ള റിവ്യൂസ് നടക്കുമ്പം പല വ്യൂസ് അതിനകത്ത് വരും. ഈ ഒരു അപ്രോച്ചും വളരെ നല്ലതാണ്. 3, ആർക്കും അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഇപ്പോൾ അത് ചിലപ്പോൾ ഇന്നലെ ജോയിൻ ചെയ്ത ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിരിക്കും, അവൻ്റെ അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ അവിടുത്തെ MRRലായിരിക്കും, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്മിറ്റിയാണ് MRR. അവൻ MRRൽ എണീറ്റ് എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ ഒരിക്കലും അതൊരു ജൂനിയർ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ഇസ്രോയിൽ അത് തള്ളിക്കളയത്തില്ല. എങ്കിലും മറ്റു രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾ 3-4 രാഷ്ട്രങ്ങളെ കാണത്തുള്ളൂ സ്പേസ് ടെക്നോളജിയിൽ അത്രയും മാസ്റ്റർ ചെയ്തിട്ടുള്ള. അവർ മാസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ന ടെക്നോളജികൾ നമുക്കും വേണം എന്ന് സാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? അല്ല സാർ, അതിനകത്ത് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽസ്, അതായത് ഫണ്ടമെൻ്റൽ റിസർച്ച് ആവശ്യമുള്ള ഒരു ഏരിയയാണ് മെറ്റീരിയൽസ്. ഇപ്പം നമുക്ക് ഒരു ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പോൾ അലുമിനിയം ലിഥിയം ഒരു അലോയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റ് കുറവാണ്, ഭയങ്കര സ്ട്രെങ്തുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജി നമ്മൾ മാസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാലോ നമുക്ക് ശരിക്ക് റോക്കറ്റിൻ്റെ വെയിറ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റോക്കറ്റിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ പേലോഡിൻ്റെ വെയിറ്റ് കൂട്ടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള മാനുഫാക്ചറിങ് ടെക്നോളജീസ് വേണം, പ്രത്യേക തരത്തിലുള്ള ബിൽഡിംഗ് മെഷീൻസ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഈ മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിങ്ങിൽ നമുക്കെപ്പോഴും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ പ്രൊപ്പൽഷനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ, പിന്നെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഫീൽഡുകളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് പുതിയതായിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നതും നമുക്കും ഉപയോഗിച്ചാൽ നല്ലതായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇലക്ട്രിക് പ്രൊപ്പൽഷനൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പിന്നെ ചലഞ്ചസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ടെക്നോളജീസ് നമ്മൾ മാസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി എഫിഷ്യൻ്റായിട്ട് ലോഞ്ചസ് നമുക്ക് നടത്താൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ആദിത്യ L1 ഒരു വേറിട്ട മിഷനായിരുന്നു. അപ്പോൾ ആദിത്യ L1 നമ്മൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പം ഒരു മലയുടെ മുകളിൽ നമ്മൾ കുറച്ച് തടി വെട്ടുന്നു. ഈ വെട്ടിയ തടി നമുക്ക് താഴെ എത്തിക്കണം. നമുക്കൊന്നുകിൽ ഇതിനെ ഒരു ട്രക്കിൽ കയറ്റി എത്തിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് ഒഴുകുന്ന ഒരു നദി ഉണ്ടെന്നിരിക്കട്ടെ, ഈ നദിയിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതിഞ്ഞ് പോരും. അപ്പോൾ ഈ സ്പേസിൽ ഇങ്ങനെയുള്ള പാത്ത് വേസ് ഉണ്ട്, അതായത് ചില ഹിഡൻ പാത്ത് വേസ് ഉണ്ട്. ഇത്തരം പാത്ത് വേസിൽ കൂടെ നമ്മൾ സാറ്റലൈറ്റ്സിനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം എനർജി ചിലവാക്കാതെ അങ്ങ് ചെല്ലാൻ പറ്റും. ഇത്തരത്തിലുള്ള പാത്ത് വേസ് എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിലുള്ള മിഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ എനർജി കൺസംഷനോടുകൂടി നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള മിഷൻസ് ചെയ്യാം, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മിഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മിഷൻസിനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന മാത്തമാറ്റിക്കൽ ടൂൾസും അതിൻ്റെ ഡൈനാമിക്സ് പഠിക്കാനുള്ള ടൂൾസും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മിഷൻസും നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റംസും നമ്മൾ ഉപയോഗിച്ച്
നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിൽ പല മടങ്ങ് ഫ്ലെക്സിബിലിറ്റിയുള്ള മിഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. സാർ ഈ സ്പേസ് എക്സ് ആണെങ്കിലും അവരൊക്കെ അവരുടെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റീയൂസബിൾ എന്നൊരു ഫാക്ടർ അവർ ഉപയോഗിക്കാറുണ്ട്. ഈ ഫാൽക്കണിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ല ഈ ചൈനക്കാർ പോലും എനിക്കൊന്ന് കഴിഞ്ഞ മാസം മറ്റോ ലോങ് മാർച്ച് എന്ന് അങ്ങനെ എന്തോ, അപ്പോൾ വളരെ രസകരമായി തോന്നിയത് അതിങ്ങനെ വെർട്ടിക്കലി താഴോട്ട് വരുന്നു, റോക്കറ്റ് താഴോട്ട് വരുന്നിട്ട് ഒരു കൈ പോലെ വന്നിട്ടുള്ള രണ്ട് സാധനം ഇങ്ങനെ കയറി തന്നെ പിടിക്കുന്നു. സത്യത്തിൽ ഇത് എന്താണ് ഈ റീയൂസ് ചെയ്യുന്ന സംഗതി? എന്ത് സാധനമാണ് നമ്മൾ റീയൂസ് ചെയ്യുന്നത്? സാർ അത് ഇതാണ്, ഇങ്ങനെയാണ്. അതായത് നമ്മളിപ്പം സാധാരണ റോക്കറ്റ്സിന് നമ്മൾ പറയുന്നത് എക്സ്പെൻഡബിൾ റോക്കറ്റ്സ് എന്നാണ്. അതായത് ഇപ്പം നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, 3 സ്റ്റേജുള്ള ഒരു റോക്കറ്റ് ചിന്തിക്കുക. ഫസ്റ്റ് സ്റ്റേജ് കത്തി തീർന്നു, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിനെ സെപ്പറേറ്റ് ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് വന്ന് കടലിൽ വീഴും. സെക്കൻഡ് സ്റ്റേജ് ഇഗ്നേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് ബാക്കി മുകളിലോട്ട് പോകും. സെക്കൻഡ് സ്റ്റേജിൻ്റെ ഫ്യൂല് തീരുമ്പോൾ സെക്കൻഡ് സ്റ്റേജിനെ സെപ്പറേറ്റ് ആകും, വന്ന് കടലിൽ വീഴും. തേർഡ് സ്റ്റേജ് ഓർബിറ്റിലെത്തും. ഓർബിറ്റിലെത്തി കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജിനകത്ത് നിന്ന് സാറ്റലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യും. തേർഡ് സ്റ്റേജ് ഓർബിറ്റിൽ കിടക്കും, സാറ്റലൈറ്റ് ഓർബിറ്റിൽ കിടക്കും. നമ്മളതിനെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് അതിനെ നമ്മൾ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഒരു റോക്കറ്റ് നമ്മൾ വിടുമ്പം ഈ റോക്കറ്റിനകത്തുള്ള ഫസ്റ്റും സെക്കൻഡും തേർഡും സ്റ്റേജസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അടുത്ത റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ സ്റ്റേജസ് എല്ലാം നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പോയി ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഫ്യൂല് നമ്മൾ മുഴുവൻ ഉപയോഗിക്കരുത്, കുറച്ച് ഫ്യൂല് ബാക്കി വെച്ചേക്കണം. ഈ ഉള്ള ബാക്കി വെച്ചിരിക്കുന്ന ഫ്യൂൽ ഉപയോഗിച്ച് സപ്പോസ് നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതായത് ഫസ്റ്റ് സ്റ്റേജിനകത്ത് സെക്കൻഡ് സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്തു, അത് മേളിലോട്ട് പോയി. ഇരിക്കുന്ന ഫസ്റ്റ് സ്റ്റേജിലുള്ള ഫ്യൂൽ ഉപയോഗിച്ച് നമ്മൾ തിരിച്ചതിനെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. ഒന്നുകിൽ നമുക്ക് അതിനെ ലോഞ്ച് സൈറ്റിലേക്ക് കൊണ്ടുവരാം, അതിനുള്ള RTLS എന്ന് പറയുന്നത് റിട്ടേൺ ടു ലോഞ്ച് സൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ സീ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാർജിലോ എവിടെയെങ്കിലും നമ്മൾ അതിനെ ലാൻഡ് ചെയ്യിപ്പിച്ച് നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ റീഫർബിഷ് ചെയ്ത് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ദിശയിലേക്ക് നമുക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടത്. നമ്മൾ ഒരു സ്റ്റേജ് റിട്ടേൺ ചെയ്യാനുള്ള മിഷൻസും പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വരുന്ന ഫ്യൂച്ചർ ലോഞ്ച് വെഹിക്കിളിലൊക്കെ സ്റ്റേജ് റിക്കവറിക്കുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇതൊരു വശം. 2, നമുക്ക് ഈ RLV മിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് അത് വിങ്ഡ് വെഹിക്കിളാണ്, റോക്കറ്റ് അല്ല. അത് നമ്മൾ സാധാരണ വിമാനം പോലെ തറയിൽ നിന്ന് പറന്നുയർന്ന് പിന്നെ അതിനകത്തൊരു റോക്കറ്റ് ഉണ്ടാവും. ആ റോക്കറ്റിനെ അതിന് ലോഞ്ച് ചെയ്യിപ്പിച്ച് ഓർബിറ്റിലോട്ട് വിടാൻ 2 സ്റ്റേജ് ടു ഓർബിറ്റ്. എന്നിട്ട് ഈ പറന്നുപോയ സാധനം തിരിച്ച് അതിൻ്റെ വിങ് ഉപയോഗിച്ച് തിരിച്ചിറങ്ങുക. ആദ്യത്തെ സ്റ്റേജ് യഥാർത്ഥത്തിൽ ഈ വിമാനമാണോ? ഒരു വിമാനവും അതിൻ്റെ മുകളിൽ ഒരു റോക്കറ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ മുകളിലോട്ട് പോകുന്നു. ഒരു ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ ഈ റോക്കറ്റ് ഫയർ ചെയ്ത് ഓർബിറ്റിലേക്ക് പോകുന്നു, ബാക്കിയുള്ള സാധനം തിരിച്ചിറങ്ങുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഹൈറ്റ് വരെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിച്ചു, ഈ റീയൂസബിൾ വിങ്ഡ് വെഹിക്കിളിനെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് അതിനെ തിരിച്ച് ലാൻഡ് ചെയ്യും. അപ്പോൾ അത് ഒരു ക്രൂഡ് മിഷനാണോ അതോ ക്രൂഡ് ആണോ? ഇതെല്ലാം ഓട്ടോമാറ്റിക്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും RLVയുടെ ഒരു 3 ലാൻഡിങ് മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഈ വിങ്ഡ് വെഹിക്കിളിൻ്റെ ഓട്ടോമാറ്റിക് ലാൻഡിങ് വളരെ ക്രിട്ടിക്കലാണ്. കാരണം നമ്മൾ സാധാരണ വിമാനങ്ങളിൽ ഒരു പൈലറ്റാണ് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഒരു പൈലറ്റിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ ഉള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിരുന്നു നമ്മൾ ആ മിഷൻസ് നടത്തിയത്. അപ്പോൾ നമ്മളൊരു ഹെലികോപ്റ്ററിൽ ഒരു ഹൈറ്റിൽ കൊണ്ടുപോകും, അവിടെ നിന്ന് അതിനെ നമ്മൾ സ്പീഡ് കൊടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് നമ്മളതിനെ ലാൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ലാൻഡിങ് നമ്മൾ 3 പ്രാവശ്യം കോൺസിക്യൂട്ടീവായിട്ട് ചെയ്തു, ഒരേ റോക്കറ്റിൽ, ഒരേ വെഹിക്കിളിൽ. അപ്പോൾ നമുക്കത് സക്സസ് ആയി. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്കും നമ്മുടേതായ റീയൂസബിൾ എല്ലാ സക്സസോട് കൂടി തന്നെ കാണാം. തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും. പിന്നെ വേറൊരു സംശയമുള്ളത്, സ്പേസ് എക്സ് ആണ് നിലവിലിപ്പം ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ബിസിനസ്സുള്ള പ്രൈവറ്റ് പ്ലെയർ ഈ ഒരു മേഖലയിൽ. അവരാവട്ടെ 10,000-കണക്കിന് ഉപഗ്രഹങ്ങളാണ് സ്പേസിൽ ഇടുന്നത് അവരുടെ സ്റ്റാർലിങ്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്രയധികം സാറ്റലൈറ്റുകൾ ഇങ്ങനെ എല്ലാ കമ്പനികളും അവിടെ കൊണ്ട് വാരി വിതറിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്? ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ വല്ലതും സാർ? അതായത് ഇപ്പോഴ് നമ്മൾ ഈ സ്പേസിൽ ഉപയോഗമില്ലാത്ത, ഇപ്പോൾ നമ്മൾ ഉപയോഗശൂന്യമായ സാറ്റലൈറ്റ്സ് സ്പേസിൽ കിടന്നു കഴിഞ്ഞാൽ അത് ഒരു പിന്നെ ഉപദ്രവം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഇപ്പോൾ നമ്മൾ എല്ലാ സാറ്റലൈറ്റിനും ഒരു ലൈഫ് ടൈം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 വർഷം ലൈഫ് ടൈമുള്ള ഒരു സാറ്റലൈറ്റിൻ്റെ 10 വർഷത്തെ ലൈഫ് ടൈം കഴിഞ്ഞു വന്നിരിക്കട്ടെ. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റ് പിന്നെ യൂസ്ലെസ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഈ സാറ്റലൈറ്റിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിടുന്ന മറ്റൊരു സാറ്റലൈറ്റുമായിട്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊളീഷൻ അവോയ്ഡൻസ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അത് വേറൊന്നുമായിട്ട് അത് കൂട്ടിയിടിക്കരുത്. അപ്പം ഈ സ്പേസിനെ ഇങ്ങനെ ക്രൗഡ് ചെയ്യരുത് എന്നുള്ള ഒരു ഡയറക്റ്റീവ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാറ്റലൈറ്റ് അവിടെ ചെന്നിട്ട് അത് ഫുൾ അതിൻ്റെ ഫ്യൂവൽ തീരുന്നതിന് മുമ്പ് കുറച്ച് ഫ്യൂവൽ നമ്മൾ റിസർവ് വെച്ചിരിക്കും. ആ ഫ്യൂവൽ ഉപയോഗിച്ച് നമ്മളിതിനെ തിരിച്ച് താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ താഴോട്ട് വന്നാൽ ഇത് അറ്റ്മോസ്ഫിയറിൽ കയറി കഴിയുമ്പോൾ ഇത് കത്തിപ്പൊക്കോളും. അറ്റ്മോസ്ഫിയറിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കാരണം ചൂടുണ്ടായിട്ട് അത് തന്നെ കത്തിയൊക്കെ പൊക്കോളും.
അപ്പോൾ ഇങ്ങനെ ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയണം എന്നുള്ള ഒരു ഡയറക്റ്റീവ് ഉണ്ട്. എല്ലാവരെ കൊണ്ടും അത് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് ചെയ്യുന്നത് എപ്പോഴും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പിന്നെ നമ്മളൊരിക്കലും സ്പേസിനെ ആവശ്യമില്ലാതെ ക്രൗഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്നാൽ സ്പേസ് ടെക്നോളജി വേണം താനും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോംപ്രമൈസാണ്. അതായത് നമുക്ക് എത്ര സാറ്റലൈറ്റ് വേണം അത്രയും സാറ്റലൈറ്റ് അവിടെ ഇടുക, നമ്മളുടെ സാറ്റലൈറ്റുകളുടെ ഉപയോഗം കഴിഞ്ഞാൽ അവിടെ ക്രൗഡ് ചെയ്യാതെ പറ്റുമെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒരു മേഖലയിൽ അപ്പോൾ ഒരു വലിയൊരു അർത്ഥത്തിൽ ഇപ്പോൾ ജപ്പാനിലെ സ്പേസ് ഏജൻസി ആവട്ടെ, അപ്പോൾ ഈ വിവിധ രാഷ്ട്രങ്ങളിലെ സ്പേസ് ഏജൻസികൾ പരസ്പരം നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണോ സംസാരിക്കുന്നത്, അതോ കുറച്ച് കോമ്പറ്റീറ്റീവായിട്ട് ഇത് നിങ്ങൾ അറിയണ്ട എന്ന രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞു കളയൂ? അങ്ങനെയല്ല, ഇതിനെല്ലാം എന്ന് പറഞ്ഞാൽ സ്പേസ് പോളിസീസും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ തന്നിഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റത്തില്ല. എല്ലാവരും തമ്മിൽ ഒരു കോപ്പറേറ്റീവ് രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മളെപ്പോഴും കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു എല്ലാ സ്പേസ് ഫെയറിംഗ് നേഷൻസും തമ്മിൽ ഒരു സൗഹൃദമുണ്ട്. പിന്നെ ചില ഇൻ്റർനാഷണൽ ലോസ് ഇതിനെല്ലാം ബൈൻഡ് ചെയ്യുന്ന ലോസും പോളിസീസും ഉണ്ട്. അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ സ്പേസ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം വിക്രം സാരാഭായിയുടെ ഒക്കെ ഒരു കാലത്ത് സ്പേസ് എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ ഒരു മേഖലയായി കരുതപ്പെട്ടെന്നൊരു സംഗതി വളരെ പെട്ടെന്നൊരു അശാന്തിയുടെ മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ ഓക്കെ സാർ, ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നവരുടെ ഒരു ധാർമ്മികതയുടെ ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്തിനാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ടെക്നോളജി നമുക്ക് നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം. അത് നമ്മുടെ പോളിസിയാണ്, നമ്മൾ എന്തൊക്കെ രീതിയിൽ നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പം ഭാരതം എപ്പോഴും സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു ജനോപകാരപ്രദമായ രീതിയിൽ സ്പേസ് ടെക്നോളജി ഉപയോഗിക്കുക എന്നുള്ള ഒരു പോളിസിയിലാണ് നമ്മൾ ഇന്ന് വരെ നിന്നിട്ടുള്ളത്. നമ്മുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റും എല്ലാം ആ ഡയറക്ഷനിലാണ്. അപ്പം പൊതുവേ ഇന്ത്യ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വിക്രം സാരാഭായിയുടെയൊക്കെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവിങ് ദ കോമൺ മാൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ സമാധാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്പേസ് ഉപയോഗിക്കാം. അപ്പം അത് തന്നെയായിരിക്കും ഓരോ ഭാരതീയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യവും അത് തന്നെയായിരിക്കും. എൻ്റെ മേഖല ഈ സ്പേസ് എങ്ങനെ ഭാരതത്തിൻ്റെ സമൃദ്ധിക്കും അതിൻ്റെ മുന്നോട്ട് പോക്കിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. വളരെ സർഗാത്മകമായ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും നിങ്ങളും ഒന്ന് കേൾക്കുക. അവസരങ്ങൾ നിരവധിയാണ്. BSSC ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നു. അതുകൂടാതെ ISRO മെൻറ്റർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയ സംവിധാനങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. മിടുക്കരെ കടന്നു വരൂ എന്ന് മാത്രം ഇന്നത്തെ ഈ സ്പേസ് ദിനത്തിൽ നമുക്ക് എല്ലാവരോടും പറയാം. ഒപ്പം ഇത്രയും നേരം വളരെ മനോഹരമായ വളരെ ലളിതമായ ഭാഷയിൽ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച ഡോക്ടർ രാജീവ് സാറിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ DD ടോക്സ് ഈ സ്പെഷ്യൽ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി സാർ. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു മേഖലയും മറ്റൊരു സവിശേഷ വ്യക്തിത്വവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.